Welcome to PrepScale Set Exam Only Batch. PrepScale ആരംഭിച്ചിരിക്കുന്ന സെറ്റ് എക്സാം ഓൺലി ബാച്ചിൽ ഇന്നലെയാണ് നമ്മൾ ആദ്യമായിട്ടുള്ള ടോപ്പിക്കുകൾ ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ടോപ്പിക് എക്സാമിന്റെ കാര്യങ്ങൾ, അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളതാണ് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ സെറ്റ് എക്സാം ഓൺലി ബാച്ചിലെ പേപ്പർ 1 മൊഡ്യൂൾ 1 ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൊഡ്യൂൾ 2ഉം ഇതിന്റെ പുറകെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിലെ കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഡേ 1 ടോപ്പിക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 29/9/2025 നമ്മൾ ഇന്നലെ കൊടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പേപ്പർ 1 യൂണിറ്റ് 4 ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ Module 1 Philosophical Foundations Educational Philosophy വരും. അതിൽ Major Philosophical Systems in East and West. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക് ആയിരുന്നു പേപ്പർ 1 യൂണിറ്റ് 4 നമുക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക് ആയിരുന്നു നമ്മൾ പഠിക്കാനായിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത്, ടീച്ചേഴ്സിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 2020 മുതൽ നമ്മൾ ഈ നിരന്തരമായിട്ട് ഈ വർഷങ്ങളിൽ 5-6 വർഷത്തോളം ചോദിച്ചിട്ടുള്ള ഈ മേഖലയിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അതിൽ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഉണ്ട് അല്ലെ, ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഉണ്ട്, ഫിലോസഫിക്കൽ സിസ്റ്റംസ് ഉണ്ട്. ഈസ്റ്റ് ആൻഡ് വെസ്റ്റിലെ എഡ്യൂക്കേഷണൽ ഫിലോസഫീസ് നിങ്ങൾക്കറിയാം, ഒരുപാട് പഠിക്കാനുണ്ട്. ഈ മേഖലയിൽ നിന്നും ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ പ്രീവിയസ് ചോദ്യങ്ങളും 18 ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 18 ചോദ്യങ്ങൾ പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി മോഡൽ ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ട് 40 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് അടുത്ത അപ്പോൾ ഫസ്റ്റ് ഡേ 1 ടോപ്പിക് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഡേ 1 ടോപ്പിക് ആയിരുന്നു ഇത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഡേ 2 നമ്മുടെ ടോപ്പിക്കുകൾ വരുന്നത്. 2-ാം തീയതിയാണ് നമ്മുടെ അടുത്ത പൂജ ഹോളിഡേയ്സിന്റെ ഒക്കെ അതിന് ശേഷം പേപ്പർ 1 അതിലെ യൂണിറ്റ് 4 ബാക്കി ഭാഗമാണ് നമ്മൾ പരീക്ഷയ്ക്കായിട്ട് കൊടുത്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ. മൊഡ്യൂൾ 1 ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ്, എമിനന്റ് തിങ്കേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ, വാല്യൂ എഡ്യൂക്കേഷൻ, ഇത്രയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അടുത്ത ടോപ്പിക് ഇങ്ങനെയാണ് പോകുന്നത്. 3/10/2025 നമ്മുടെ ഡേ 3 നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പേപ്പർ 1 യൂണിറ്റ് 5 ആണ്. യൂണിറ്റ് 5 ടീച്ചിങ് ഉണ്ട്, ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ ഉണ്ട്. അതിലെ മൊഡ്യൂൾ 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, ടീച്ചർ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റിഫ്ലക്റ്റീവ് പ്രാക്ടീസസ്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളുടെ ടൈം ടേബിൾ എന്ന് പറയുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ് ഈ ഒരു പേപ്പർ 1 നമ്മൾ പോകുന്നത്. പേപ്പർ 2 ഇതേപോലെ തന്നെ നമ്മൾ സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ ടോപ്പിക്കുകൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസും ഒക്കെ കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഈ യൂണിറ്റ് 4 നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ്. ആദ്യത്തെ നമ്മുടെ ടോപ്പിക് മൊഡ്യൂൾ 1 ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ഉണ്ട് അല്ലെ. മൊഡ്യൂൾ 1 ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് ആണ് വരുന്നത്. ഇതിലെങ്ങനെയാണെന്ന് നോക്കൂ. എഡ്യൂക്കേഷണൽ ഫിലോസഫി, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിലോസഫി ആൻഡ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനും ഫിലോസഫിയും നമ്മൾ ക്ലോസ്ലി റിലേറ്റഡ് ആ, അപ്പൊ അവരുടെ റിലേഷൻഷിപ്പ് പഠിക്കണം നമുക്ക് അല്ലെ. മേജർ ഫിലോസഫിക്കൽ ഡിവിഷൻസ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ എയിംസ്, കരിക്കുലം, മെത്തഡ്സ് ഓഫ് ടീച്ചിങ്, കൺസെപ്റ്റ് ഓഫ് ടീച്ചർ, ഫ്രീഡം ആൻഡ് ഡിസിപ്ലിൻ. ഇവിടെ നോക്കൂ, ഇമ്പാക്ട് ഓൺ എയിംസ്, കരിക്കുലം ആൻഡ് മെത്തഡ്സ് ഓഫ് ടീച്ചിങ്, ഈ കാര്യങ്ങളെല്ലാം വരുന്നത് ഏതിലാണ്? ഈ മൊഡ്യൂൾ 1 ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസിലാണ്. അതിന്റെ തന്നെ അടുത്ത ടോപ്പിക് ആണ് മേജർ ഫിലോസഫിക്കൽ സിസ്റ്റംസ് ഇൻ ദി ഈസ്റ്റ്. 6 സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി പഠിക്കണം അല്ലെ. ഇന്ത്യൻ ഫിലോസഫിയിലെ 6 സ്കൂൾസ് പഠിക്കണം നമുക്ക്. ബുദ്ധിസം ഉണ്ട്, ജൈനിസം ഉണ്ട്, ഇസ്ലാമിക് തോട്ട് ഉണ്ട്. എല്ലാം നിങ്ങൾ അല്ലെ മുന്നേ പഠിച്ചിട്ടുള്ളതല്ലേ. BEd ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു ടോപ്പിക്സ് പഠിക്കാനുണ്ട്. അടുത്തതായിട്ട് മേജർ ഫിലോസഫിക്കൽ സിസ്റ്റംസ് ഇൻ ദി വെസ്റ്റ്. അപ്പൊ ഈസ്റ്റിൽ നമ്മൾ ഇവിടെ ആണ് പഠിച്ചത്. അടുത്തതായിട്ട് വെസ്റ്റ് ആണ് വരുന്നത്.
വെസ്റ്റിൽ വരുമ്പോൾ ഐഡിയലിസം പഠിക്കണം, നാച്ചുറലിസം, പ്രാഗ്മാറ്റിസം ഒക്കെ നിങ്ങൾ വിശദമായിട്ട് പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു സിലബസ് ആണെന്നാണ് ഞാൻ പറയുന്നത്. ഹ്യൂമനിസം, റിയലിസം, ഡെമോക്രസി ആൻഡ് ക്രിട്ടിക്കൽ പെഡഗോജി. പക്ഷെ ഈസി ആയിട്ടുള്ള സിലബസ് ആണെങ്കിൽ പോലും എങ്ങനെയാണ് ഇത് സിസ്റ്റമാറ്റിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്, അതിന്റെ പാറ്റേൺ മനസ്സിലാക്കി പഠിച്ചു പോകുമ്പോഴാണ് നമുക്കിത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, സെറ്റ് എക്സാം നമുക്കറിയാം കുറച്ച് ഡിഫിക്കൽട്ട് ആണ് അത് അല്ലെ കിട്ടാനായിട്ട്. പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം. നമുക്കപ്പോ ഇത്രയും ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. 40 ചോദ്യങ്ങളോളം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 40 ചോദ്യങ്ങളിൽ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ടോപ്പിക്കിന്റെ ഈ മൊഡ്യൂൾ 1 ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻസ് എന്ന ടോപ്പിക്കിലെ 18 പ്രീവിയസ് ചോദ്യങ്ങൾ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്കി മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അതും ഇതേ ടോപ്പിക്കിൽ നിന്നുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത ഡേ 2 നമ്മൾ ഇതിന്റെ ബാക്കി മോഡൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അങ്ങനെയായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം എക്സാം ഉള്ള ഈ ബാച്ചിൽ എങ്ങനെയാണ് ക്ലാസ്സുകൾ എന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ കുറച്ച് ചോദ്യങ്ങളിലോട്ട് പോവുകയാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, an educational system that facilitates scientific progress. അതായിരുന്നു ആദ്യത്തെ ചോദ്യം. സയന്റിഫിക് പ്രോഗ്രസ് ആണ് നമുക്കിവിടെ അറിയേണ്ടത്. ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ആണ്. എ ഐഡിയലിസ്റ്റിക് എഡ്യൂക്കേഷൻ, ബി നാച്ചുറലിസ്റ്റിക് എഡ്യൂക്കേഷൻ, സി റിയലിസ്റ്റിക് എഡ്യൂക്കേഷൻ, ഡി എക്സിസ്റ്റൻഷ്യലിസ്റ്റ് എഡ്യൂക്കേഷൻ. അല്ലെ, ഐഡിയലിസം നിങ്ങൾക്കറിയാം, നാച്ചുറലിസം ഒക്കെ കേട്ടിട്ടുണ്ട്, റിയലിസം, എക്സിസ്റ്റൻഷ്യലിസം ഇതെല്ലാം എഡ്യൂക്കേഷണൽ ഫിലോസഫി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതില് സയന്റിഫിക് പ്രോഗ്രസിന് എന്ത് ചെയ്യുന്നത്, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ഏതെന്നാണ് ചോദ്യം. ഇതിൽ ഏതാണ് ആൻസർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് റിയലിസ്റ്റിക് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. റിയലിസ്റ്റിക് എഡ്യൂക്കേഷൻ ആണ് അല്ലെ. യാഥാർത്ഥ്യവാദം എന്നൊക്കെ നമുക്ക് പറയാം. യാഥാർത്ഥ്യവാദത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സയന്റിഫിക് ആണ് കാര്യങ്ങൾ അല്ലെ. സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്കറിയാം. നമുക്കെന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മൾക്ക് എന്തുണ്ട്, നമ്മുടെ ഈ ഒരു എക്സാം ഉള്ള ഈ ബാച്ചിൽ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ആൻസറുകൾ, ഈ ആൻസറുകളുടെ എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയിട്ട് അവിടെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കും എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ തപ്പി നിങ്ങൾ ഇനി ഒരു സ്ഥലത്തും പോകണ്ട. ഇതിന്റെ എക്സ്പ്ലനേഷൻ എല്ലാം ഇതിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. റിയലിസം ഈസ് എ ഫിലോസഫി എംഫസൈസസ് ആൻ ഒബ്ജക്റ്റീവ് വേൾഡ് അല്ലെ. ഒരു വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് വേൾഡിനെയാണ് റിയലിസം കാണിക്കുന്നത്. ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സയന്റിഫിക് ഇൻക്വയറി അല്ലെ. സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണാത്മകത വളർത്താനുള്ളതാണ് അല്ലെ. ആൻഡ് ഒബ്സർവേഷൻ ടു അണ്ടർസ്റ്റാൻഡ് റിയാലിറ്റി. എന്താണ് റിയാലിറ്റി അല്ലെ? റിയാലിറ്റി എന്താണെന്ന് അറിയണം. അതാണ് റിയലിസത്തിൽ പറയുന്നത് അല്ലെ. റിയാലിറ്റി മനസ്സിലാക്കാനുള്ള ആ ഒരു നിരീക്ഷണം അല്ലെ. പിന്നെ എന്താണ്, എ റിയലിസ്റ്റിക് എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് ഡിസൈൻഡ് ടു ഫെസിലിറ്റേറ്റ് സയന്റിഫിക് പ്രോഗ്രസ്. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത്, എപ്പോഴും ഒരു അന്വേഷണാത്മകത വളർത്താൻ അല്ലെ, ശാസ്ത്രീയമായിട്ടൊരു അന്വേഷണാത്മകത വളർത്താൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം റിയലിസ്റ്റിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് തന്നെയാണ് റിയലിസത്തില് വാദിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. റിയലിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്നത് ചോദ്യം ഇതായിരുന്നു. റിയലിസ്റ്റിക് എഡ്യൂക്കേഷൻ ആണ് സയന്റിഫിക് പ്രോഗ്രസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, an educational and pedagogical environment that provides the opportunity to question the relationship between the theory and practice. അതായിരുന്നു അടുത്ത ചോദ്യം. എന്തായിരുന്നു ചോദ്യം എന്നൂടെ നിങ്ങൾ വായിച്ചു നോക്കുക. എഡ്യൂക്കേഷണൽ ആൻഡ് പെഡഗോജിക്കൽ എൻവയോൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട് ടു ക്വസ്റ്റ്യൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ തിയറി ആൻഡ് പ്രാക്ടീസ് അല്ലെ. തിയറി ആൻഡ് പ്രാക്ടീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് കൊടുക്കുന്ന അല്ലെ, ഒരു പെഡഗോജിക്കൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് അല്ലെ. അതെന്താണെന്നാണ് ചോദ്യം. എ ക്രിട്ടിക്കൽ പെഡഗോജി, ബി കൺസ്ട്രക്റ്റിവിസ്റ്റ് പെഡഗോജി, സി ക്രിയേറ്റീവ് പെഡഗോജി, ഡി റീകൺസ്ട്രക്റ്റിവിസ്റ്റ് പെഡഗോജി. അപ്പൊ ഇവിടുത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റിലേഷൻഷിപ്പിനെ
തിയറിയെയും പ്രാക്ടീസിനെയും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ ഒരു പെഡഗോജിക്കൽ എൻവയോൺമെന്റിൽ പ്രദാനം ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം പറയുന്നത്. അത് ഏത് അധ്യാപന ശാസ്ത്രവുമായിട്ട് അല്ലെങ്കിൽ ബോധന ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഏതായിരുന്നു അതില് ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ വായിച്ചു. അതിൽ ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഇതിന്റെ ആൻസർ ക്രിട്ടിക്കൽ പെഡഗോജി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ് ക്രിട്ടിക്കൽ പെഡഗോജി? നമുക്കറിയണ്ടേ എന്താണ് ക്രിട്ടിക്കൽ പെഡഗോജി? ക്രിട്ടിക്കൽ പെഡഗോജി ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ തിങ്കേഴ്സ് ലൈക്ക് പൗലോ ഫ്രെയർ. പൗലോ ഫ്രെയറിന്റെ ഒരു ആശയമാണ് ഏത് ക്രിട്ടിക്കൽ പെഡഗോജി എന്നുള്ളത്. ഇതെന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? It focuses on questioning and challenging existing power structure and the relationship between educational theory and societal practice. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ചോദ്യത്തിനും അതിന്റെ ഉത്തരത്തിൽ ഒരു കീവേഡ് അതിന് വേണ്ടിയിട്ടുണ്ടാവും. നമ്മൾ അങ്ങനെ പഠിച്ചാൽ മതി. ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഈ പൗലോ ഫ്രെയറിനെ പോലെയുള്ള തിങ്കേഴ്സ് ആണ് ഈ ഒരു ക്രിട്ടിക്കൽ പെഡഗോജി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ക്രിട്ടിക്കൽ പെഡഗോജിയിൽ എപ്പോഴും ക്വസ്റ്റ്യനിങ് ഉണ്ടാവും എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. ക്വസ്റ്റ്യനിങ് ഉണ്ടാവും, ചലഞ്ചിങ് ഉണ്ടാവും. അപ്പൊ എന്ത് കാര്യങ്ങൾ? രണ്ട് കാര്യങ്ങൾ, ക്വസ്റ്റ്യനിങ് ഉണ്ട്, ചലഞ്ചിങ് ഉണ്ട്. എക്സിസ്റ്റിംഗ് പവർ സ്ട്രക്ചേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യുക, ചലഞ്ച് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇതിൽ റിലേഷൻഷിപ്പുകൾ അറിയുക, എഡ്യൂക്കേഷണൽ തിയറിയും സൊസൈറ്റൽ പ്രാക്ടീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കുക എന്നുള്ളത് ഈ ഒരു ക്രിട്ടിക്കൽ പെഡഗോജിയുടെ ആ ഒരു പ്രാധാന്യത്തിൽ വരുന്നതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഉത്തരം വരുന്നത് എന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മാച്ച് ദി ഫോളോയിങ് ആണ്. മഹാത്മാഗാന്ധി എല്ലാവരും നിങ്ങൾക്ക് സുപരിചിതരാണ്. മഹാത്മാഗാന്ധിയെ അറിയാം, രവീന്ദ്രനാഥ ടാഗോറിനെ അറിയാം, പൗലോ ഫ്രെയറിനെ അറിയാം, ജോൺ ഡുവിനെ അറിയാം അല്ലെ? ഇവരെയൊക്കെ നിങ്ങൾക്ക് പരിചയമാണ്. മഹാത്മാഗാന്ധി ഇതില് ഏതാണ്? പ്രാഗ്മാറ്റിസ്റ്റ് ആണോ? പ്രാഗ്മാറ്റിസത്തിന്റെ വക്താവാണോ? പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് ആണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അല്ലെ? നൈറ്റ് അലിം ആണോ ഗീതാഞ്ജലി ആണോ എന്നാണ് ചോദ്യം. ഇവിടെ നിന്ന് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ജോൺ ഡുവി എന്ന് പറയുന്നത് പ്രാഗ്മാറ്റിസത്തിന്റെ ആളാണെന്ന് ആദ്യം തൊട്ട് നോക്കാം. മഹാത്മാഗാന്ധി നൈറ്റ് അലിം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ? രവീന്ദ്രനാഥ ടാഗോർ, ഇവിടെ നമുക്കറിയാം ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ആണ് അല്ലെ? അതിനുശേഷം ഈ രണ്ട് ഓപ്ഷൻ കിട്ടിയാൽ തന്നെ ആൻസറിലോട്ട് നമുക്ക് എത്താൻ കഴിയും. പൗലോ ഫ്രെയറിന്റെ പെഡഗോജി ഓഫ് ദി ഒപ്രസ്ഡ് എന്നൊരു ബുക്ക് അദ്ദേഹം എഴുതിയിട്ടുണ്ട് കേട്ടോ. ജോൺ ഡുവിയുടെ പ്രാഗ്മാറ്റിസം. ഇപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലെ? ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ്. ഇതിന്റെ ആൻസർ ഏതാ? ഡി ആണ്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എ 3 ആണ്, ബി 4 ആണ്, സി 2 ആണ്, ഡി 1 ആണ്. ഓക്കെ ആണല്ലോ? ഇത്ര ഓക്കെ അല്ലേ? നമുക്ക് ഇനി ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ല കേട്ടോ. കാരണം 40 ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ബാക്കി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1, Piaget is an individual constructivist while Vygotsky is a social constructivist. Statement 2, education leads to individual personality development. രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ അവിടെ തന്നിട്ടുണ്ട്. പിയാഷെ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ്, വൈഗോട്സ്കി എന്ന് പറയുന്ന ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എഡ്യൂക്കേഷൻ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ ലീഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എ ഫസ്റ്റ് 1 ഓൺലി, ബി 2 ഓൺലി, സി ബോത്ത് 1 and 2, ഡി നെയ്തർ 1 nor 2 എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് 1 and 2 ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ഇസ് എ കീ ഡിസ്റ്റിങ്ഷൻ ഇൻ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയിൽ ഒരു കീ ഡിസ്റ്റിങ്ഷൻ തന്നെയാണ്. പിയാഷെ ഫോക്കസ്ഡ് ഓൺ ദി ഇൻഡിവിജ്വൽസ് കോഗ്നിറ്റീവ് കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് അല്ലെ? കൺസ്ട്രക്ഷൻ ഓഫ് നോളജ്. പക്ഷെ വൈഗോട്സ്കി എന്തിലാണ്? റോൾ ഓഫ് സോഷ്യൽ ഇന്ററാക്ഷനിലാണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആണ്, അല്ലെങ്കിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദമാണ് വൈഗോട്സ്കി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ? വൈജ്ഞാനികവാദം അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റിവിസം ആണ്, ജ്ഞാന നിർമ്മിതിവാദത്തിലാണ് പിയാഷെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് ഇസ് എ വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു എയിം ആണ് എഡ്യൂക്കേഷന്റെ. അപ്പൊ നിങ്ങൾക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ചോദ്യം ചോദിക്കും. പക്ഷെ നിങ്ങളോട് പതറാൻ പാടില്ല. സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാണ്, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. 5ാമത്തെ ചോദ്യത്തിലോട്ട് നമ്മൾ പോവാണ്. ദി ഫിലോസഫി വിച്ച് ഡിസ്ക്രൈബ്സ് ദി മെറ്റാഫിസിക്കൽ വ്യൂ ദാറ്റ്
associates reality of ideas in the mind rather than to material objects. Metaphysical view ആണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് ചോദ്യം വായിക്കുക. The philosophy which describes the metaphysical view. ഒരു ഫിലോസഫി പറയുന്നുണ്ട്, ഒരു മെറ്റാഫിസിക്കൽ വ്യൂവിനെ കുറിച്ചാണ് പറയുന്നത്. അസോസിയേറ്റ്സ്, അത് അസോസിയേറ്റ് ചെയ്യുന്നത് എന്താണ്? റിയാലിറ്റി ഓഫ് ഐഡിയാസ് ഇൻ ദി മൈൻഡ് റാദർ ദാൻ ടു മെറ്റീരിയൽ ഒബ്ജക്ട്സ്. ഈ വ്യൂ അസോസിയേറ്റ് ചെയ്യുന്നത് എന്താണ്? റിയാലിറ്റി ഓഫ് ഐഡിയാസ് ഇൻ ദി മൈൻഡ്. ഐഡിയാസിനാണ് പ്രാധാന്യം. എവിടെ? മൈൻഡിൽ ഐഡിയാസിനാണ് പ്രാധാന്യം. മെറ്റീരിയൽ ഒബ്ജക്ട്സിനേക്കാളും മൈൻഡിലെ ഐഡിയാസിനാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. മെറ്റാഫിസിക്കൽ എന്ന് പറയുന്ന ഒരു വ്യൂ ആണിത്. മെറ്റാഫിസിക്കൽ എന്നൊരു വ്യൂ ആണ്. അപ്പൊ മെറ്റാഫിസിക്കൽ ഉണ്ട്, ഐഡിയാസ് ഇൻ ദി മൈൻഡ് ഉണ്ട്, അതുപോലെ മെറ്റീരിയൽ ഒബ്ജക്ട്സിന് പ്രാധാന്യമില്ല എന്ന് പറയുന്നത് ഏത് ഫിലോസഫി ആണെന്നാണ് ചോദ്യം. ഓക്കെ, വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കേണ്ടതുള്ളൂ. ഈ വേർഡ്സുകളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നാച്ചുറലിസം, റിയലിസം, ഐഡിയലിസം, പ്രാഗ്മാറ്റിസം. ഇതിലേതാണ്? ഐഡിയലിസം ആണ്. എന്ത് പറയുന്നത്? ഐഡിയാസ് ഇൻ ദി മൈൻഡിനാണ് പ്രാധാന്യം എന്ന് പറയുന്നത് ഐഡിയലിസം ആണ്, അല്ലെ? മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള വ്യൂ ആണ് ഇതിനുള്ളത്. മെറ്റാഫിസിക്കൽ എന്ന് വെച്ചാൽ എന്താണ്? മനസ്സിന്റെ ആ ഒരു മനസ്സിലെ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെ? മെറ്റാഫിസിക്കൽ ആണ് എപ്പോഴും എന്താണ്? മൈൻഡിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മൈൻഡിലെ ഐഡിയാസിനാണ്, മെറ്റീരിയൽ ഒബ്ജക്റ്റിനല്ല. ഓക്കെ, അപ്പോൾ ഐഡിയലിസത്തിൽ നമുക്കറിയാം ഐഡിയലിസം മെറ്റാഫിസിക്കൽ ആണ്. ഇവിടെ എപ്പിസ്റ്റമോളജിക്കൽ ഡോക്ട്രിൻ എന്താണ് പറയുന്നത്? ഐഡിയാസും തോട്ട്സും ഒക്കെ ഫണ്ടമെന്റൽ റിയാലിറ്റി ആണ്. ഐഡിയാസും തോട്ട്സും, that ideas or thoughts make up fundamental reality. In essence, it's any philosophy which argues that the only thing knowable is consciousness. Okay, ആറാമത്തെ ചോദ്യം കേട്ടോ. നമ്മൾ സ്പീഡിൽ പോവാണ്, നമുക്ക് 40 ചോദ്യം കവർ ചെയ്യണം. Which of the following does not belong to the categories of idealism? മുദ്ര ശ്രദ്ധിക്കണം, does not, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. Does not belong to the categories of idealismത്തിന്റെ കാറ്റഗറിയിൽ വരാത്തത് ഏതാണ്? ക്ലാസിക്കൽ ഐഡിയലിസം, റിലീജിയസ് ഐഡിയലിസം, മോഡേൺ ഐഡിയലിസം, സോഷ്യൽ ഐഡിയലിസം. നേരെ നമുക്ക് ഉത്തരത്തിലോട്ട് പോകാം. സോഷ്യൽ ഐഡിയലിസം ആണ് ഇതില് വരാത്തത്. സോഷ്യൽ ഐഡിയലിസം ആണ് ഇതില് പെടാത്തത്. ബാക്കിയെല്ലാം ഇതിന്റെ കാറ്റഗറീസ് തന്നെയാണ്. ക്ലാസിക്കൽ, റിലീജിയസ്, മോഡേൺ എല്ലാം കാറ്റഗറീസ് തന്നെയാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 7ാമത്തെ ചോദ്യം. ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് സംഖ്യ സ്കൂൾ. സംഖ്യ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സംഖ്യ emphasizes the attainment of knowledge of the self by means of concentration and meditation. അപ്പൊ നമ്മൾ സംഖ്യ സ്കൂളിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സംഖ്യ സ്കൂളിൽ എന്താണ്? അറ്റൈൻമെന്റ് ഓഫ് നോളജ് ഓഫ് സെൽഫ്. നമ്മൾ സ്വയം എങ്ങനെയാണ് അറിവ് നേടുന്നത്? എങ്ങനെയാണ് ഇതില്? ബൈ മീൻസ് ഓഫ് കോൺസെൻട്രേഷൻ ആൻഡ് മെഡിറ്റേഷൻ, അല്ലെ? വളരെയധികം ധ്യാനത്തിലൂടെയും മെഡിറ്റേഷനിലൂടെയും അത്രയധികം കോൺസെൻട്രേഷനിലൂടെയും നേടുന്നതാണ് അറിവ് എന്നൊരു സ്റ്റേറ്റ്മെന്റ്. സംഖ്യ ഹോൾഡ്സ് ദാറ്റ് ഇറ്റ് ഈസ് സെൽഫ് നോളജ്. നമ്മുടെ സ്വയം, അല്ലെ, സ്വയമായിട്ടുള്ള നമ്മുടെ അറിവാണ് ദാറ്റ് ലീഡ്സ് ടു ലിബറേഷൻ. നമ്മൾ ലിബറേഷനിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്കൊക്കെ നയിക്കുന്നത്. നോട്ട് എനി എക്സ്റ്റീരിയർ ഇൻഫ്ലുവൻസ് ഓർ ഏജന്റ്. അവിടെ പുറത്തു നിന്നൊരു ഏജന്റോ ഒരു എക്സ്റ്റീരിയർ സ്വാധീനങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മുടെ എന്താണ്? സെൽഫ് നോളജ് ആണെന്നാണ് പറയുന്നത്. ഇതില് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതില് 1 only, 2 only, 1 and 2, neither 1 or 2. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് both 1 and 2 എന്നുള്ളത് എഴുതാനായിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും, അല്ലെ? ആ ഒരു സംഖ്യ എന്ന് പറയുന്നത് ഒരു സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫിയാണ്. സംഖ്യ ഈസ് എ ഡ്യുവലിസ്റ്റിക് സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 2 ഈസ് എ കോർ ടെനറ്റ്. ലിബറേഷൻ കംസ് ഫ്രം നോളജ്. വിവേകത്തിൽ നിന്നാണ്, അല്ലെ? അറിവിൽ നിന്നാണ് വിവേക, നോളജ് വരുന്നത്. ദാറ്റ് ഡിസ്റ്റിംഗ്വിഷസ് പുരുഷ കോൺഷ്യസ്നസ് എന്നാണ് അതിനെ പറയുന്നത്. പ്രകൃതിയിൽ നിന്നും കോൺഷ്യസ്നസ് വരുന്നു. അപ്പൊ നോളജ് ഡിസ്റ്റിംഗ്വിഷസ് പുരുഷയെ പ്രകൃതിയിൽ നിന്നും. പുരുഷനും പ്രകൃതിയും, അല്ലെ? എന്ന് വെച്ചാൽ 2 കൺസെപ്റ്റുകളാണ്. മെയിൽ ഫീമെയിൽ എന്നൊക്കെ പറയുന്ന അതേ കൺസെപ്റ്റ് തന്നെ. പുരുഷ കോൺഷ്യസ്നസ് എന്നും പ്രകൃതി മാറ്റർ എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. പ്രകൃതി മാറ്റർ എന്നുമാണ്. അപ്പൊ ഇത് രണ്ടിനെയും ഇത് ചെയ്യുന്നത് ഇതാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് പ്രാക്ടീസ് ഓഫ് യോഗ ആണ് സംഖ്യത്തിന്റെ
ആപ്ലിക്കേഷൻ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മെറ്റാഫിസിക്കൽ ഫ്രെയിംവർക്ക് ആണ്. ദസ് ബോത്ത് ആർ കൺസിഡേർഡ് കറക്റ്റ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇതിൽ പറയുന്നുള്ളൂ. എങ്കിലും നമുക്കൊരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. എട്ടാമത്തെ ചോദ്യം, ടു മേക്ക് എ ഫ്രീ മാൻ എ വൈസ് ഇന്റലിജന്റ് മോറൽ നോൺ വയലന്റ് ആൻഡ് സെക്യുലർ മാൻ ഇസ് ദി എയിം ഓഫ്. ചോദ്യം നന്നായി വായിക്കണം. ടു മേക്ക് എ ഫ്രീ മാൻ, ഒരു വൈസ് മാൻ, ഒരു ഇന്റലിജന്റ് മാൻ, ഒരു മോറൽ നോൺ വയലന്റ് മാൻ, അത് മാത്രമല്ല ഒരു സെക്യുലർ മാൻ എന്ന് പറയുന്നത് ഏതിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ്? ഇസ് ദി എയിം ഓഫ് ജൈനിസം, ബുദ്ധിസം, ഇസ്ലാമിക് തോട്ട്, ന്യായ ഫിലോസഫി. അപ്പോൾ വേർഡുകൾ ശ്രദ്ധിക്കേണ്ടത് വൈസ് ഉണ്ട് അല്ലെ, ഫ്രീ മെൻ ഉണ്ട്, ഇന്റലിജന്റ് ഉണ്ട്, മോറൽ ഉണ്ട്, നോൺ വയലന്റ് ഉണ്ട്, സെക്യുലർ ഉണ്ട്. അപ്പോൾ ബുദ്ധിസമാണോ, ജൈനിസമാണോ, ബുദ്ധിസമാണോ, ഇസ്ലാമിക് തോട്ട് ആണോ, ന്യായ ഫിലോസഫി ആണെന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ജൈനിസമാണ്. ജൈനിസത്തില് നോൺ വയലൻസിന്റെ പ്രിൻസിപ്പിൾസ്, അഹിംസയെ കുറിച്ച്, വിസ്ഡം, മോറൽ ലിവിങ്, ഇതൊക്കെയാണ് ജൈനിസത്തിന്റെ സെൻട്രൽ വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ജൈനിസമാണ്. ഒൻപതാമത്തെ ചോദ്യം, ഓട്ടോ എഡ്യൂക്കേഷൻ ഓർ സെൽഫ് എഡ്യൂക്കേഷൻ. Auto education or self-education is emphasized by. Auto education or self-education. ഒരു തവണയെങ്കിലും ഈ ചോദ്യത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഇനി ഒരിക്കലും ഇതിന്റെ ആൻസർ തെറ്റില്ല അല്ലെ. Auto education or self-education is emphasized by idealist, naturalist, realist, pragmatist. ആൻസർ എന്ന് പറയുന്നത് നാച്ചുറലിസ്റ്റുകളാണ്. ഓക്കെ, നാച്ചുറലിസ്റ്റ് ആണ് ഓട്ടോ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സെൽഫ് എഡ്യൂക്കേഷൻ എംഫസിസ് ചെയ്യുന്നത് നാച്ചുറലിസ്റ്റുകളാണ്. നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചത് തന്നെയായിരുന്നു നാച്ചുറലിസം എന്ന് പറയുന്നത്, പെർട്ടിക്കുലർലി ആസ് ആർട്ടിക്കുലേറ്റഡ് ബൈ ജീൻ ജാക്വസ് റൂസോ അല്ലെ. ജീൻ ജാക്വസ് റൂസോ ആണ് നാച്ചുറലിസം കൊണ്ടുവന്നിട്ടുള്ളത്. അഡ്വക്കേറ്റ്സ് ഫോർ ആൻ എഡ്യൂക്കേഷൻ ദാറ്റ് അലോസ് ചൈൽഡ്സ് ഇൻഹെറന്റ് നേച്ചർ ടു ഡെവലപ്പ് ഫ്രീലി വിത്ത് എ സ്ട്രോങ് എംഫസിസ് ഓൺ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ആൻഡ് എക്സ്പീരിയൻസ്. സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് ആൻഡ് എക്സ്പീരിയൻസ് കൊണ്ടുവരുന്നതാണ് നാച്ചുറലിസം എന്ന് പറയുന്നത്. നാച്ചുറൽ നേച്ചർ, പ്രകൃതിവാദം അല്ലെ, നാച്ചുറലിസം. റൂസോ ആണ് അതിന്റെ ഉപജ്ഞാതാവ് അല്ലെ. കുട്ടി എങ്ങനെയാണ് എഡ്യൂക്കേഷന്റെ ഇൻഹെറന്റ് നേച്ചർ ആണ് ചൈൽഡിന്റെ അതില് കാണിക്കുന്നത് അല്ലെ. പത്താമത്തെ ചോദ്യം, ദി ഏരിയ ഓഫ് ഫിലോസഫി ദാറ്റ് ഡീൽസ് വിത്ത് ദി നേച്ചർ ആൻഡ് ദി ഒറിജിൻ ഓഫ് ഹ്യൂമൻ നോളജ് ഈസ്. ഏത് ഫിലോസഫിയാണ് നേച്ചർ ആൻഡ് ഒറിജിൻ ഓഫ് ഹ്യൂമൻ നോളജിനെ കുറിച്ച്, മനുഷ്യന്റെ അല്ലെ അറിവിനെ കുറിച്ച്, ഹ്യൂമന്റെ അഗാധമായിട്ടുള്ള അറിവിനെ കുറിച്ച് പറയുന്ന ഫിലോസഫി, ഏരിയ ഓഫ് ഫിലോസഫി ഏതെന്നാണ്? ആക്സിയോളജി, മെറ്റാഫിസിക്സ്, എപ്പിസ്റ്റമോളജി, തിയോളജി എല്ലാം ഒരുപോലെ ഇരിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ ഈ പേര് കേട്ടിട്ടുണ്ടോ? ആക്സിയോളജി, മെറ്റാഫിസിക്സ്, എപ്പിസ്റ്റമോളജി, തിയോളജി. നല്ലൊരു ചോദ്യമാണ് അല്ലെ. ഏത് ഫിലോസഫിയിലാണ് നേച്ചർ ആൻഡ് ഒറിജിൻ ഓഫ് ഹ്യൂമൻ നോളജിനെ കുറിച്ച് പറയുന്നത് എന്നാണ്. നല്ല ചോദ്യം. ഒരു പ്രാവശ്യം പഠിച്ചാൽ പിന്നെ ഇതിന്റെ ഉത്തരം തെറ്റില്ല. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എപ്പിസ്റ്റമോളജിയാണ്. ഓക്കെ, എപ്പിസ്റ്റമോളജി എന്താണ്? എപ്പിസ്റ്റമോളജി ഇസ് ദി ബ്രാഞ്ച് ഓഫ് ഫിലോസഫി കൺസേൺ വിത്ത് ദി തിയറി ഓഫ് നോളജ്. അതാണ് പഠിക്കേണ്ടത് കേട്ടോ. എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ നോളജിന്റെ തിയറി ഓഫ് നോളജിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ഇറ്റ് സ്റ്റഡീസ് ദി നേച്ചർ ഓഫ് നോളജിന്റെ നേച്ചർ, ജസ്റ്റിഫിക്കേഷൻ ആൻഡ് ദി റാഷണാലിറ്റി ഓഫ് ബിലീഫ്. നമ്മുടെ വിശ്വാസങ്ങൾ ഉണ്ടാവും, വിശ്വാസത്തില് ഒരു റാഷണാലിറ്റി, ഒരു യുക്തി ഉണ്ടാവും അല്ലെ, റാഷണാലിറ്റി ഉണ്ടാവും ബിലീഫില്. നമ്മളുടെ ജസ്റ്റിഫിക്കേഷൻസ് അതിൽ വരും. ജസ്റ്റിഫിക്കേഷൻസ് നമ്മൾ അതിനെ ന്യായീകരിക്കും അല്ലെ. നേച്ചർ ഓഫ് നോളജ്, ഇതെല്ലാം പഠിക്കുന്നതാണ് എന്ത്? എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോട്ട് ചെയ്യുക. എപ്പിസ്റ്റമോളജി ഇസ് എ ബ്രാഞ്ച് ഓഫ് ഫിലോസഫി കൺസേൺ വിത്ത് ദി തിയറി ഓഫ് നോളജ്. ഇറ്റ് സ്റ്റഡീസ് ദി നേച്ചർ ഓഫ് നോളജ്, ജസ്റ്റിഫിക്കേഷൻ ആൻഡ് ദി റാഷണാലിറ്റി ഇൻ ബിലീഫ്. ഓക്കെ, 11ാമത്തെ ചോദ്യം, മാച്ച് ദി ഫോളോയിങ് ആണ്. വളരെ സിമ്പിൾ ആണ്. പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ, ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ, വാർദ്ധ എഡ്യൂക്കേഷൻ, അഡൽട്ട് എഡ്യൂക്കേഷൻ. മാച്ച് ദി ഫോളോയിങ് ഷുവർ ആയിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. അതില് 2 ഉത്തരം കിട്ടിയാൽ നമുക്ക് ബാക്കി ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ജോൺ ഡ്യൂവി ആണോ നോക്കിയേ. ഇന്റഗ്രൽ 2 അറിഞ്ഞാൽ മതി അല്ലെ. വാർദ്ധ എഡ്യൂക്കേഷൻ ഗാന്ധിജി എങ്ങാനും കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങൾ ഓർത്ത് നോക്കിയേ. അഡൽട്ട് എഡ്യൂക്കേഷൻ ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇതിൽ ആൻസർ സി ആണ്. കേട്ടോ. അപ്പോ A1, B4, C3, D2. ഇത് നിങ്ങൾ നോക്കി വൃത്തിയായി പഠിക്കുക കേട്ടോ. അടുത്ത ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ജോൺ ഡ്യൂവി അല്ലെ. പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ ജോൺ ഡ്യൂവി, ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ അരബിന്ദോ, വാർദ്ധ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നൈ തലീം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. മഹാത്മാഗാന്ധി. അഡൽട്ട് എഡ്യൂക്കേഷൻ
ലിൻഡെമാൻ വാസ് ദി തിയറിസ്റ്റ് ഇൻ ദിസ് ഫീൽഡ്. അപ്പോൾ എക്സ്പ്ലനേഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ അത് നോക്കി വായിച്ചാൽ മതി. Who among the following propagated negative education? അത് നിങ്ങൾ പലതവണ കേട്ടിട്ടുള്ള ചോദ്യമായിരിക്കും. നെഗറ്റീവ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെ ആരാണ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളത് നെഗറ്റീവ് എഡ്യൂക്കേഷൻ? അത് മറ്റാരുമല്ല, റൂസോ ആണ് നമ്മുടെ നെഗറ്റീവ് എഡ്യൂക്കേഷൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ജീൻ ജാക്വസ് റൂസോ അഡ്വക്കേറ്റഡ് ഫോർ നെഗറ്റീവ് എഡ്യൂക്കേഷൻ വിച്ച് ഈസ് അബൌട്ട് നെഗ്ലെക്ട് but about protecting the child from the corrupting influences of society and allowing them to learn from nature and their own experiences. എന്താ ഇവിടെ പറയുന്നത്? ജീൻ ജാക്വസ് റൂസോ നെഗറ്റീവ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്ത് വിച്ച് ഇസ് നോട്ട് അബൌട്ട് നെഗ്ലെക്ട് ചെയ്യുന്നതിനെ കുറിച്ചല്ല നെഗറ്റീവ് എഡ്യൂക്കേഷൻ പറയുന്നത്, പക്ഷെ ചൈൽഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ്, സൊസൈറ്റിയുടെ കറപ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസസ് കുട്ടിയിലുണ്ടാകും. ആ കുട്ടിയെ എന്താ അലോയിങ് ദം ടു ലേൺ ഫ്രം നേച്ചർ, ആ കറക്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസുകൾ കേട്ട് കുട്ടിക്ക് പഠിക്കാനും കണ്ട് മനസ്സിലാക്കാനും കുട്ടിക്ക് അല്ലെ സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത് നേച്ചറിൽ നിന്ന് കുട്ടിയെ പഠിക്കാൻ അനുവദിക്കുക എന്നാണ് റൂസോ പറയുന്നത്. ആൻഡ് ദെയർ ഓൺ എക്സ്പീരിയൻസ്, അവരുടെ തന്നെ എക്സ്പീരിയൻസിൽ നിന്ന് അവർ പഠിക്കട്ടെ അല്ലെ. അതാണ് നാച്ചുറലിസത്തിൽ റൂസോ പറയുന്നത്, നെഗറ്റീവ് എഡ്യൂക്കേഷനിൽ റൂസോ പറയുന്നത്. ഓക്കെ, അടുത്ത 13ാമത്തെ ചോദ്യം. ദി പ്രിൻസിപ്പൽ ഫിലോസഫിക്കൽ തോട്ട് വിച്ച് പോസ്റ്റുലേറ്റ്സ് ദാറ്റ് ഓൾ ഒബ്ജക്ട്സ് ഇൻ ദി ഫിസിക്കൽ യൂണിവേഴ്സ് ആർ റിഡ്യൂസിബിൾ ഇൻ എ ഫിനിറ്റ് നമ്പർ ഓഫ് ആറ്റംസ്. ചോദ്യം നോക്കാം, ഒരു ഫിലോസഫിക്കൽ തോട്ടാണ്. ഈ തോട്ട് എന്താണ് പറയുന്നത്? ഓൾ ഒബ്ജക്ട്സ് ഇൻ ദി ഫിസിക്കൽ യൂണിവേഴ്സ്, എല്ലാ ഒബ്ജക്ട്സും അല്ലെ റിഡ്യൂസിബിൾ ടു എ ഫിനിറ്റ് നമ്പർ ഓഫ് ആറ്റംസ് പോലെ റിഡ്യൂസ് ചെയ്ത് പോയപ്പെടുന്നുണ്ട് അല്ലെ. അതെന്തിലാണ് പറയുന്നത്? എ ന്യായ, ബി സാഖ്യ എന്നാണ് കേട്ടോ, സാഖ്യ എന്ന് പറയാം, സി വേദാന്ത, ഡി വൈശേഷിക. കേട്ടിട്ടുണ്ടോ ഇതൊക്കെ? വൈശേഷിക സൂത്രം, വേദാന്ത സൂത്രം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സംഖ്യാശാസ്ത്രം, ന്യായ അല്ലെ. ഇതില് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഫിസിക്കൽ യൂണിവേഴ്സ് ആർ റെഡ്യൂസ്ഡ് ടു എ ഫിനിറ്റ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് ഏത് ശാസ്ത്രത്തിലാണെന്ന് നോക്കാം. വൈശേഷിക എന്ന് പറയുന്ന സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫിയിലാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. വൈശേഷികമാണ്. ചോദ്യം ഒന്നോട്ട് നോക്കിക്കോളാം. വൈശേഷികം, ഓപ്ഷൻ ഡി ആണ് ആൻസർ. വൈശേഷിക സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫി എന്ന് പറയുന്നത് ഏർലിസ്റ്റ് ഫോം ഓഫ് എഡ്യൂക്കേഷണൽ ഫിലോസഫി ആണ്. ടു ഡെവലപ്പ് എ ഫോം ഓഫ് ആറ്റോമിസം പ്രപ്പോസിംഗ് ദാറ്റ് ഓൾ ഫിസിക്കൽ ഒബ്ജക്ട്സ് ആർ, എല്ലാ ഫിസിക്കൽ ഒബ്ജക്ട്സും കമ്പോസ്ഡ് ഓഫ് ഇൻഡിവൈസബിൾ ആറ്റംസ് അല്ലെ, പരമാണു കൊണ്ട് നിർമ്മിതമാണെന്നാണ് അവിടെ പറയുന്നത്. ഓരോ പരമാണുകളാൽ നിർമ്മിതമാണ്, ആറ്റംസ് കൊണ്ട് നിർമ്മിതമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വൈശേഷിക സ്കൂൾ ഓഫ് ഫിലോസഫിയിൽ കേട്ടോ. ഇത്രയും പറഞ്ഞു തന്നാൽ പോരെ, ഇത് നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 14ാമത്തെ ചോദ്യം. പ്രാമാണ അക്കോർഡിംഗ് ടു പതഞ്ജലി ഇസ് ദി പ്രോസസ് ഓഫ് എ അറ്റൈനിങ് നിർവാണ, ബി ഗെയിനിങ് കറക്റ്റ് നോളജ്, സി അക്വയറിംഗ് സ്കിൽസ്, ഡി ലേണിംഗ് വേദാസ്. ഏതാണ്? അക്കോർഡിംഗ് ടു പതഞ്ജലി ഗെയിനിങ് കറക്റ്റ് നോളജ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. ഗെയിനിങ് കറക്റ്റ് നോളജ് ആണ് കേട്ടോ. അപ്പോൾ ഇൻ ഇന്ത്യൻ ഫിലോസഫിയില് എസ്പെഷ്യലി ഇൻ ദി യോഗ സ്കൂൾ ഓഫ് പതഞ്ജലിയില് പ്രാമാണ എന്ന് പറയുന്നത് എന്താണ്? വാലിഡ് മീൻസ് ഓഫ് അക്വയറിംഗ് കറക്റ്റ് നോളജ്. വാലിഡ് ആയിട്ടുള്ള മീൻസ് ഓഫ് അക്വയറിംഗ് കറക്റ്റ് നോളജ് കറക്റ്റ് ആയിട്ടുള്ള വഴികളിൽ നേടുന്നതിനെയാണ് എന്ത് പ്രാമാണ എന്നതുകൊണ്ട് പതഞ്ജലിയിൽ ഉദ്ദേശിക്കുന്നത്. 15ാമത്തെ ചോദ്യം. ഹൂസ് ബിലീവ്സ് ഈസ് ദാറ്റ് മാൻ ഇസ് ബോൺ ഫിസിക്കലി ഗുഡ് ബട്ട് സൊസൈറ്റി കറപ്റ്റ്സ് മാൻകൈൻഡ്. അല്ല, ഇത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളതാ അല്ലെ. ആരും മോശക്കാരായിട്ട് ജനിക്കുന്നില്ല. മാൻ ഇസ് ബോൺ ബേസിക്കലി ഗുഡ് ബട്ട് സോഷ്യലി കറപ്റ്റ്സ് മാൻകൈൻഡ്. സോഷ്യലി ആണ് അവര് കറപ്റ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ. അപ്പോൾ ഫ്രോബൽ ആണോ, ഡ്യൂവി ആണോ, റൂസോ ആണോ, പൗലോ ഫ്രെയർ ആണോ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് റൂസോ ആണ്. ഓക്കെ, റൂസോ ആണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ജീൻ ജാക്വസ് റൂസോന്റെ ഫിലോസഫിയില് എമിലി ഓർ ഓൺ എഡ്യൂക്കേഷൻ, അപ്പോൾ വേർഡ്സ് എമിലി ഓർ ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളിലൊക്കെ ഹി ബിലീവ്ഡ് ഇൻ ദി നാച്ചുറൽ ഗുഡ്നെസ് ഓഫ് മാൻ വിച്ച് ഈസ് കോൾഡ് ദി നോബിൾ സാവേജ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് അദ്ദേഹം മാനിനെ വിളിച്ചിട്ടുള്ളത് അവിടെ. അപ്പോ ദിസ് ഇസ് സെൻട്രൽ ടെനറ്റ് ഓഫ് ജീൻ ജാക്വസ് റൂസോസ് ഫിലോസഫി ആസ് എക്സ്പ്രസ്ഡ് ഇൻ വേർഡ്സ് ലൈക്ക് എമിലി ഓർ ഓൺ എഡ്യൂക്കേഷൻ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ബുക്കുകളാണല്ലേ റൂസോന്റെ ബുക്കുകൾ, എമിലി റൂസോന്റെ ബുക്കാണ് കേട്ടോ. അപ്പോ ബിലീവ് ചെയ്തിരുന്നത് എന്താണ്? നാച്ചുറൽ ഗുഡ്നെസ് ഓഫ് മാൻ ആണ്. നാച്ചുറൽ ഗുഡ്നെസ് ആണ്. അദ്ദേഹത്തിന് നോബിൾ സാവേജ് എന്നാണ് അദ്ദേഹം വിളിച്ചിട്ടുള്ളത്.
ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഐഡിയ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അടുത്തത് 16ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് The philosophy of education which has proposed that senses are the gateways of knowledge. Senses അല്ലെ, നമ്മുടെ 5 senses ഉണ്ട്. സെൻസസ് ആണ് നോളജിന്റെ ഗേറ്റ്വേസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാന്നാണ്? റിയലിസത്തിലാണോ, നാച്ചുറലിസത്തിലാണോ, ഐഡിയലിസത്തിലാണോ, എക്സിസ്റ്റൻഷ്യലിസത്തിലാണോ? ഏതിലായിരിക്കും? റിയലിസത്തിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം ഇതിൽ ഏതാണെന്നുള്ളത്, എന്താണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ എന്നുള്ളത്. ഇതിൽ പറയുന്നത് സെൻസറി എക്സ്പീരിയൻസിൽ നിന്നാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. സെൻസറി എക്സ്പീരിയൻസസ് ആണ്. റിയലിസം posits that reality exists independently of the human mind. It aligns with empiricism, which holds that knowledge is primarily derived from sensory experiences. കേട്ടോ. Naturalism also values sensory experiences. അതിനെ നാച്ചുറലിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബട്ട് റിയലിസം ഇസ് മോർ ഡയറക്റ്റ് ആൻസർ. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. 17 The educational philosophy that emphasizes individual freedom, personal choice and self-direction. ഇൻഡിവിജ്വൽ ഫ്രീഡത്തിന് അല്ലെ എംഫസിസ് കൊടുക്കുന്നത് ഏതിലാണ്? പേഴ്സണൽ ചോയ്സ് കൊടുക്കുന്നത് ഏതിലാണ്? സെൽഫ് ഡയറക്ഷന് പ്രാധാന്യം കൊടുക്കുന്നത് ഏതിലാണ്? ബിഹേവിയറിസം ആണോ, സോഷ്യൽ റീകൺസ്ട്രക്റ്റിവിസം ആണോ, കൺസ്ട്രക്റ്റിവിസം ആണോ, എക്സിസ്റ്റൻഷ്യലിസം ആണോ എന്നാണ് ചോദ്യം. എക്സിസ്റ്റൻഷ്യലിസം ആണ്. എക്സിസ്റ്റൻഷ്യലിസത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസിനും ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനും ചോയ്സിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നത് ഏതിലാണ്? എക്സിസ്റ്റൻഷ്യലിസത്തിലാണെന്ന് നിങ്ങൾ ഓർത്തു വെച്ചേക്കാം കേട്ടോ. അപ്പൊ എക്സിസ്റ്റൻഷ്യലിസം ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 18ാമത്തെ ചോദ്യം മാച്ച് ദി ഫോളോയിങ് തന്നെയാണ്. പബ്ജ, ഫിലോസഫി ക്ലാസ്സുകളിൽ ഇരുന്നവർക്ക് പബ്ജ എന്താണെന്നറിയാം. ലേണിംഗ് ബൈ ഡൂയിങ്, ലേണിംഗ് ഫ്രം എൻവയോൺമെന്റ്, ഉപനയന സെറിമണി ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ പബ്ജ ഏതിലാണ്? ഇവിടെ പ്രാഗ്മാറ്റിസം, നാച്ചുറലിസം, ഐഡിയലിസം, ബുദ്ധിസം എല്ലാം ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ഫിലോസഫിയുടെ ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതില് സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എയുടെ ആൻസർ പബ്ജ എന്ന് പറയുന്നത് 4 ആണ്, ബുദ്ധിസം ആണ്. ബി എന്ന് പറയുന്നത് 1 ആണ്, പ്രാഗ്മാറ്റിസം ആണ്. സി എന്ന് പറയുന്നത് 2 ആണ്, നാച്ചുറലിസം ആണ്. ഡി എന്ന് പറയുന്നത് 3 ആണ്, ഐഡിയലിസം ആണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചേക്കാട്ടോ. പബ്ജ ഇനീഷ്യേഷൻ സെറിമണി ആണ്. ഇനീഷ്യേഷൻ സെറിമണി ആണ് അല്ലെ, ആരംഭിക്കുന്ന ആ ഒരു സമയത്തെ ഏറ്റവും ഫസ്റ്റ് സെറിമണിയാണ്. ബുദ്ധിസത്തിലെ ഫസ്റ്റ് സെറിമണിയാണ് പബ്ജ എന്ന് പറയുന്നത്. ഇനീഷ്യേഷൻ സെറിമണിയാണ് ബുദ്ധിസത്തിലെ. ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത് പ്രാഗ്മാറ്റിസം ആണ്. സെൻട്രൽ നാച്ചുറലിസം ആണ്. ലേണിംഗ് ഫ്രം ദി എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നാച്ചുറലിസം ആണ്. ഉപനയന എന്ന് പറയുന്നത് നമുക്കറിയാം, വേദിക് ഫിലോസഫിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഐഡിയലിസവുമായിട്ട് ബന്ധമുള്ളതാണ്. ഇതെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഉത്തരങ്ങൾ കിട്ടിയെന്ന് കരുതുന്നു. 19 Which branch of philosophy deals with the nature of reality and existence? ഏത് ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയാണ് റിയാലിറ്റി അതുപോലെ എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ട് പരാമർശിക്കുന്നത്? ഏതിലാണ്? നിങ്ങൾക്ക് അറിയാമല്ലോ, റിയാലിറ്റി അതുപോലെ എക്സിസ്റ്റൻസ്. എപ്പിസ്റ്റമോളജി, ആക്സിയോളജി, മെറ്റാഫിസിക്സ്, ലോജിക്ക്, ഇതിൽ ഏത് ബ്രാഞ്ച് ഓഫ് ഫിലോസഫിയാണ് നേച്ചർ ഓഫ് റിയാലിറ്റി ആൻഡ് എക്സിസ്റ്റൻസിനെ കുറിച്ച് പറയുന്നത്? ഏതാണ്? അതിന്റെ ആൻസർ മെറ്റാഫിസിക്സ് ആണ് കേട്ടോ. മെറ്റാഫിസിക്സ് ആണ്. നമ്മൾ മുന്നും കണ്ടതാണ്. മെറ്റാഫിസിക്സ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ഫിലോസഫി that examines the fundamental nature of reality, including the relationship between mind and matter. മൈൻഡിന്റെയും മാറ്ററിന്റെയും റിലേഷൻഷിപ്പ് മെറ്റാഫിസിക്സിൽ പറയുന്നുണ്ട്. ബിറ്റ്വീൻ സബ്സ്റ്റൻസ് ആൻഡ് ആട്രിബ്യൂട്ട് ആൻഡ് ബിറ്റ്വീൻ പൊട്ടൻഷ്യാലിറ്റി ആൻഡ് ആക്ച്വാലിറ്റി. പൊട്ടൻഷ്യൽ എന്താണ്? ഒരു ആളുടെ പൊട്ടൻഷ്യൽ എത്തിച്ചേരാൻ കഴിയുന്നതും ആക്ച്വൽ ആയിട്ടുള്ളതും അല്ലെ. പൊട്ടൻഷ്യാലിറ്റിയും ആക്ച്വാലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഇവിടെ മെറ്റാഫിസിക്സിൽ പറയുന്നുണ്ട്. മെറ്റാഫിസിക്സിൽ കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് മെറ്റാഫിസിക്സ് ആണ്. സ്പീഡ് കൂടുന്നുണ്ടല്ലേ. നമുക്ക് 40 ചോദ്യങ്ങൾ ഓടിയെത്താനുണ്ട്. നമ്മൾ പകുതിയോളം എത്തിയിരിക്കുന്നു. 20ാമത്തെ ചോദ്യത്തില് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ വിച്ച് ഫിലോസഫി എംഫസിസസ് ലേണിംഗ് ത്രൂ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. ഓക്കെ, അപ്പോ ഈ കോണ്ടെക്സ്റ്റ് ഓഫ് എഡ്യൂക്കേഷനിൽ ഏത് ഫിലോസഫിയാണ് എംഫസൈസ് ചെയ്യുന്നത്? ലേണിങ്ങിനെ. എന്തിലൂടെ? ഡയറക്റ്റ് എക്സ്പീരിയൻസിലൂടെയും പ്രോബ്ലം സോൾവിങ്ങിലൂടെയും എന്നാണ് ചോദ്യം. എ ഐഡിയലിസം, ബി റിയലിസം, സി പ്രാഗ്മാറ്റിസം, ഡി ഹ്യൂമനിസം. ഏതാണ് ഡയറക്റ്റ് എക്സ്പീരിയൻസും പ്രോബ്ലം സോൾവിങ്ങും? ഇത് ഏത് പ്രാഗ്മാറ്റിസത്തിലാണ് അങ്ങനെ വരുന്നത് കേട്ടോ. പ്രാഗ്മാറ്റിസത്തിലാണ്
പ്രാഗ്മാറ്റിസത്തിലാണ് എന്ത് വന്നിട്ടുള്ളത്? ഡയറക്റ്റ് എക്സ്പീരിയൻസും പ്രാക്ടീസ് ചെയ്യുക അല്ലെ. പ്രാഗ്മാറ്റിസത്തിന്റെ പ്രാക്ടീസ് ആണ് മൊത്തം. പ്രാക്ടീസ് ചെയ്യുക, പ്രോബ്ലം സോൾവ് ചെയ്യുക, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് അല്ലെ. അപ്പൊ പ്രാഗ്മാറ്റിസത്തില് എന്താ? ജോൺ ഡ്യൂയി ആണ് അതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ്. ലേണിംഗ് ബൈ ഡൂയിങ് പ്രാഗ്മാറ്റിസം ആണെന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് 2 ഉത്തരം കിട്ടിയല്ലേ? ലേണിംഗ് ബൈ ഡൂയിങ് ആൻഡ് കണക്ടിങ് എഡ്യൂക്കേഷൻ ടു റിയൽ ലൈഫ് എക്സ്പീരിയൻസുമായിട്ട് എന്ത് ചെയ്യുക? എഡ്യൂക്കേഷനെ കണക്ട് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ ഒരു പോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലെ, ഡയറക്റ്റ് എക്സ്പീരിയൻസ്, റിയൽ ലൈഫ് എക്സ്പീരിയൻസ്, പ്രോബ്ലം സോൾവിങ്. അതുപോലെ മറ്റൊരു പോയിന്റ് കൂടി പറഞ്ഞു, ലേണിംഗ് ബൈ ഡൂയിങ്. ഇത്രയും മതിയല്ലോ. അടുത്ത ചോദ്യം. According to the philosophy of naturalism in education, the role of the teacher is that of a. അപ്പോൾ ഫിലോസഫി ഓഫ് നാച്ചുറലിസം എഡ്യൂക്കേഷനിൽ ടീച്ചർ എന്ന് പറഞ്ഞാൽ ആരാണ്? നാച്ചുറലിസത്തില് ടീച്ചർ എന്ന് പറഞ്ഞാൽ നാച്ചുറലിസം അല്ലെ. നാച്ചുറലിസം നമുക്കറിയാം പ്രകൃതിവാദമാണ് അല്ലെ, നേച്ചറുമായിട്ട് റിലേറ്റഡ് ആണ്. ഡിസിപ്ലിനേറിയൻ ആണോ ടീച്ചർ? ഫെസിലിറ്റേറ്റർ ആൻഡ് ഗൈഡ് ആണോ? മോറൽ അതോറിറ്റി ആണോ? ട്രാൻസ്മിറ്റർ ഓഫ് നോളജ് ആണോ? നമുക്കറിയാവുന്നതാണ് ഇതിന്റെ ഉത്തരം എല്ലാവർക്കും. ഫെസിലിറ്റേറ്ററും ഗൈഡും മാത്രമാണ് നാച്ചുറലിസത്തിൽ അല്ലെ. ഫെസിലിറ്റേറ്റർ ആൻഡ് ഗൈഡും മാത്രമാണ് ഇതിൽ അല്ലെ. അപ്പൊ നാച്ചുറലിസത്തിൽ എപ്പോഴും എങ്ങനെയാണ്? ടീച്ചർ ഈസ് സീൻ ആസ് എ ഫെസിലിറ്റേറ്റർ ഹു ക്രിയേറ്റ്സ് ആൻ എൻവയോൺമെന്റ് ഫോർ ദി ചൈൽഡ്സ് നാച്ചുറൽ ഡെവലപ്മെന്റ് അല്ലെ. അപ്പോൾ നാച്ചുറൽ ഡെവലപ്മെന്റിന് എപ്പോഴും ഒരു എൻവയോൺമെന്റ്, ഒരു എൻവയോൺമെന്റ് സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കുകയാണ്, ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് ടീച്ചർ എപ്പോഴും ചെയ്യുന്നത്. ദാൻ എ ഡയറക്ടർ ഓഫ് ലേണിംഗ്. അല്ലാതെ ലേണിംഗ് ഡയറക്റ്റ് ചെയ്യുക, ലേണിംഗ് എക്സിക്യൂട്ട് ചെയ്യുക, ലേണിംഗ് ലെക്ചർ ചെയ്യുക എന്നുള്ളതൊന്നുമല്ല ടീച്ചറുടെ റോള്. ടീച്ചറുടെ റോള് എന്ന് പറയുന്നത് അവിടെ എൻവയോൺമെന്റ് ഒരുക്കി കൊടുക്കുക, കുട്ടികൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സിറ്റുവേഷൻസ് അല്ല എൻവയോൺമെന്റ് ഒരുക്കി കൊടുക്കുക. ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാണ് ഇവിടെ. ഗൈഡ് ആൻഡ് ഫെസിലിറ്റേറ്റർ ആണെന്ന് ഓർത്തു വെക്കുക. 22. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് വൺ ഓഫ് ദി 6 സ്കൂൾസ് ഓഫ് ഇന്ത്യൻ ഫിലോസഫി? അസ്തിക എന്ന് പറയുന്ന 6 സ്കൂൾസ് ഓഫ് ഫിലോസഫിയിൽ പെടാത്തത് ഏതാണ്? അസ്തികയിലെ 6 സ്കൂൾ ഓഫ് ഫിലോസഫി ഏതാണ്? ന്യായ, വൈശേഷിക, ബുദ്ധിസം, യോഗ. ഏതാണ്? ന്യായ, വൈശേഷിക, ബുദ്ധിസം, യോഗ. ഇതില് ബുദ്ധിസം ആണ് കേട്ടോ. ബുദ്ധിസം ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ബുദ്ധിസം is considered as a നാസ്തിക or heterodox school because it does not accept the authority of the Vedas. വേദാസിലെ അതോറിറ്റിനൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ബുദ്ധിസം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. Unlike the 6th അസ്തിക or orthodox schools. ഈ 6 അസ്തിക ഓർത്തഡോക്സ് സ്കൂൾ പോലെ അതിനൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ത്? ബുദ്ധിസം എന്ന് പറയുന്നത്. ബുദ്ധിസം നാസ്തികയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്, ആസ്തികയ്ക്കല്ല. അപ്പൊ അസ്തിക എന്ന് പറയുന്നതിൽ ന്യായമുണ്ട്, വൈശേഷികയുണ്ട്, യോഗയുണ്ട് കേട്ടോ. ന്യായ, വൈശേഷിക, യോഗ എല്ലാം ഏതിൽ പെടുന്നതാണ്? അസ്തിക സ്കൂളിൽ പെടുന്നതാണ്. സ്കൂൾ ഓഫ് ഇന്ത്യൻ ഫിലോസഫിയിൽ പെടുന്നതാണ്. ഓക്കെ അല്ലേ നിങ്ങള്? അടുത്തത് 23ാമത്തെ ചോദ്യം. ദി കൺസെപ്റ്റ് ഓഫ് അഹിംസ. അഹിംസ അല്ലെങ്കിൽ നോൺ വയലൻസ് എന്നുള്ളത് ഏത് ഇന്ത്യൻ ഫിലോസഫിയുടെ സെൻട്രൽ തീമാണ്, സെൻട്രൽ ടെനറ്റ് ആണ്? പറഞ്ഞ സെൻട്രൽ കൺസെപ്റ്റ് ആണ്. ജൈനിസം, ബുദ്ധിസം, സാങ്ക്യ, അദ്വൈത വേദാന്ത. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ അല്ലെ, അദ്വൈത വേദാന്ത എന്നൊക്കെ ഓപ്ഷനിലുണ്ട്. ജൈനിസം ആണോ ഹംസ, ബുദ്ധിസം ആണോ, സാങ്ക്യമാണോ? ഏതാണ് ആൻസർ? ജൈനിസം ആണ് കേട്ടോ. ജൈനിസം ആണ്. അഹിംസ is the fundamental principle of Jainism, where it is practiced with the utmost rigor and extends to all living beings. അപ്പൊ ജൈനിസത്തിലാണ് എന്ത്? അഹിംസ എന്നുള്ള ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിള് ഉള്ളത് കേട്ടോ. മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഓൾ ലിവിങ് ബീങ്സിലും അല്ലെ കടന്നു ചെല്ലേണ്ടതാണ് അഹിംസ എന്നാണ് ജൈനിസം പറയുന്നത്. 24. Which Western philosophy of education emphasizes the importance of the student's freedom, individuality and self-fulfillment? ഏത് സ്കൂൾ ഓഫ് ഫിലോസഫിയിലാണ് സ്റ്റുഡന്റിന്റെ ഫ്രീഡം, ഇൻഡിവിജ്വാലിറ്റി, സെൽഫ് ഫുൾഫിൽമെന്റ് ഇതൊക്കെ ഏത് ചെയ്യുക, എംഫസിസ് കൊടുക്കുക? ഏത് ഫിലോസഫിയിലാണ്? അപ്പൊ ഫ്രീഡം ഉണ്ട്, സ്റ്റുഡന്റിന്റെ ഫ്രീഡം ഉണ്ട്, സ്റ്റുഡന്റിന്റെ ഇൻഡിവിജ്വാലിറ്റിക്ക് പ്രാധാന്യമുണ്ട്, സെൽഫ് ഫുൾഫിൽമെന്റിന് പ്രാധാന്യമുണ്ട്. റിയലിസം ആണോ, ഐഡിയലിസം ആണോ, ഹ്യൂമനിസം ആണോ, പ്രാഗ്മാറ്റിസം ആണോ? ആൻസർ എല്ലാവരുടെയും മനസ്സിലേക്ക് ഇപ്പൊ വന്നിട്ടുണ്ടാവും. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഹ്യൂമനിസം ആണ്. എന്തുകൊണ്ടാണ് അത് ഹ്യൂമനിസം ആവുന്നത്? നിങ്ങൾ നോക്കുക. സ്റ്റുഡന്റിന്റെ ഫ്രീഡം ഒരു ഹ്യൂമനിസം, മാനവികതാവാദത്തിൽ വരുന്നതാണ്, മാനവികതാവാദവുമായി ബന്ധമുള്ളതാണ്. ഇൻഡിവിജ്വൽ അല്ലെ, ഓരോ വ്യക്തിയും മാനവികതയിലെ ഓരോ മനുഷ്യനും ഇമ്പോർട്ടന്റ് ആണ്. സെൽഫ് ഫുൾഫിൽമെന്റ് എന്ന് പറയുന്നത് ഹ്യൂമനിസത്തിന്റെ ഒരു രീതിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ആൻസർ മനസ്സിലാക്കുക.
Humanism places individual at the center of the educational process, emphasizing personal growth, creativity, and development of the whole person. Okay. കോർത്തു വെച്ചേക്കാം. 25ാമത്തെ ചോദ്യം. In Islamic thought, the ultimate source of knowledge is believed to be. ഇസ്ലാമിക് തോട്ടില് അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് നോളജ് എന്ന് പറയുന്നത് എന്താണ്? റീസൺ ആൻഡ് ലോജിക്, എംപിറിക്കൽ ഒബ്സർവേഷൻ, ദി ഖുറാൻ ആൻഡ് സുന്ന, ദി ഇൻഡിവിജ്വൽസ് ഇൻറ്റ്യൂഷൻ. ആൻസർ ഇപ്പൊ തന്നെ വന്നു എല്ലാവർക്കും. ദി ഖുറാൻ ആൻഡ് സുന്നയാണ്. പഠിച്ചു വെച്ചേക്കുക. ദി ഖുറാൻ, ദി ഹോളി ബുക്ക് ഓഫ് ഇസ്ലാം, ആൻഡ് ദി സുന്ന, ദി ടീച്ചിങ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ദി പ്രൊഫറ്റ് മുഹമ്മദ്. അല്ലെ, അറിയാവുന്നതാണ് എല്ലാവർക്കും. ആർ കൺസിഡേർഡ് ദി പ്രൈമറി സോഴ്സസ് ഓഫ് നോളജ്. ഏറ്റവും പ്രൈമറി സോഴ്സ് ഓഫ് നോളജ് എന്ന് പറയുന്നത് ഖുറാനും സുന്നയാണെന്നാണ് പഠിപ്പിക്കുന്നത്. ഇസ്ലാമിക് തോട്ട് ഓഫ് ഫിലോസഫി ആർ കൺസിഡേർഡ് ദി പ്രൈമറി സോഴ്സ് ഓഫ് നോളജ് ആൻഡ് ഗൈഡൻസ് ഇൻ ഇസ്ലാമിക് തോട്ട്. ഓക്കെ. 26. ക്രിട്ടിക്കൽ പെഡഗോജി ആസ് അഡ്വക്കേറ്റഡ് ബൈ പൗലോ ഫ്രയർ. ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ കണ്ടത് അല്ലെ. നമ്മൾ പ്രീവിയസ് ചെയ്ത് കഴിഞ്ഞാൽ മോഡൽ എക്സാംസ് കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. മോഡൽ ക്വസ്റ്റ്യൻസ് കൂടെയുണ്ട്. അപ്പോ പൗലോ ഫ്രയർ എന്താണ്? പ്രൊമോട്ട് റോട്ട് മെമ്മറൈസേഷൻ ആൻഡ് കൺഫോമിറ്റി, എംപവർ സ്റ്റുഡൻസ് ടു ക്വസ്റ്റ്യൻ ആൻഡ് ചലഞ്ച് ഒപ്രസീവ് സോഷ്യൽ സ്ട്രക്ചേഴ്സ്, മെയിൻറ്റെയിൻ ദി ട്രഡീഷണൽ ടീച്ചർ സ്റ്റുഡന്റ് ഹയറാർക്കി, ഫോക്കസ് സോൾലി ഓൺ വൊക്കേഷണൽ ആൻഡ് ടെക്നിക്കൽ സ്കിൽസ്. നിങ്ങൾ വായിച്ചു നോക്കണം ക്വസ്റ്റ്യൻ. ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്ന പൗലോ ഫ്രയർ എന്തിനാണ് എയിം ചെയ്യുന്നത്? എന്താണ്? നിങ്ങൾക്ക് ആൻസർ വന്നിട്ടുണ്ടാവും. നന്നായിട്ട് വായിച്ചു നോക്കിയവർക്ക് ഇതിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ആൻസർ ബി തന്നെയാണ്. എംപവർ സ്റ്റുഡൻസ് ടു ക്വസ്റ്റ്യൻ ആൻഡ് ചലഞ്ച് ഒപ്രസീവ് സോഷ്യൽ സ്ട്രക്ചേഴ്സ്. നമ്മുടെ സമൂഹത്തിലെ ഒപ്രസീവ് ആയിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചേഴ്സിന് ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചിരുന്നു ക്രിട്ടിക്കൽ പെഡഗോജി എന്താണെന്ന് പൗലോ ഫ്രയറിന്റെ. അപ്പോ ചലഞ്ച് ചെയ്യുക, സ്റ്റുഡൻസിന് എന്ത് ചെയ്യുക? സ്റ്റുഡൻസ് ക്വസ്റ്റ്യൻ ചെയ്യുക നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന ഒപ്രസീവ് ആയിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ. അതാണ് ഈ ഒരു പെഡഗോജി, ക്രിട്ടിക്കൽ പെഡഗോജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിമർശനാത്മകമാണല്ലേ, ക്രിട്ടിക്കൽ ആണ്. അപ്പൊ അതാണ് ക്രിട്ടിക്കൽ തിങ്കേഴ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം അല്ലെ. സോഷ്യൽ ജസ്റ്റിസിന് വേണ്ടിയും ലിബറേഷന് വേണ്ടിയിട്ടും ആക്റ്റീവ്ലി വർക്ക് ചെയ്യുക എന്നുള്ളതും ഇതിന്റെ ലക്ഷ്യമാണ് കേട്ടോ. 27. Which of the following best describes the relationship between philosophy and education? ഫിലോസഫിയും എഡ്യൂക്കേഷനും തമ്മിലുള്ള ബന്ധമുള്ളതിൽ ഇത് ഏതാണ് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദ്യം കേട്ടോ. There are two completely separate and unrelated fields. അത് നമുക്ക് തെറ്റാണെന്ന് പറയാം അല്ലെ. ഫിലോസഫി is the theory and education is the practice. അത് ശരിയാണോ? നോക്കൂ നിങ്ങൾ. എഡ്യൂക്കേഷൻ ഇസ് എ ബ്രാഞ്ച് ഓഫ് ഫിലോസഫി. ഫിലോസഫി ഹാസ് നോ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് ഫോർ എഡ്യൂക്കേഷൻ. നമുക്കറിയാം ഫിലോസഫി ഇസ് ദി തിയറി ആൻഡ് എഡ്യൂക്കേഷൻ ഇസ് ദി പ്രാക്ടീസ് എന്ന്. സിമ്പിൾ ചോദ്യമായിരുന്നു അല്ലെ. എഡ്യൂക്കേഷൻ ഈസ് ദി, ഫിലോസഫി ഇസ് ദി തിയറി ആൻഡ് എഡ്യൂക്കേഷൻ ഇസ് ദി പ്രാക്ടീസ് എന്ന് നമുക്ക് പറയാം അല്ലെ. ഫിലോസഫി പ്രൊവൈഡ്സ് ദി വൈ ഓഫ് ദി എഡ്യൂക്കേഷൻ, ദി എയിംസ്, വാല്യൂസ് അല്ലെ. എല്ലാം വൈ, എന്തുകൊണ്ടാണ് അല്ലെ, വൈ, എയിംസ്, വാല്യൂസ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഹൗ, എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാമെന്നാണ് അല്ലെ. മെത്തേഡ്സ്, കരിക്കുലം ഇതിലൂടെയൊക്കെ അപ്ലൈ ചെയ്യാമെന്നാണ്. ദേ ആർ ദി ടു സൈഡ്സ് ഓഫ് ദി സെയിം കോയിൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ. അടുത്ത 28. An idealistic teacher would most likely emphasize which of the following in their curriculum എന്നാണ് ചോദ്യം. ഐഡിയലിസ്റ്റിക് ടീച്ചറിൽ എന്താണ്, ഏത് കരിക്കുലമാണ് അല്ലെ? ഐഡിയലിസ്റ്റിക് ടീച്ചർ വൊക്കേഷണൽ സ്കിൽ ആൻഡ് പ്രാക്ടിക്കൽ ട്രെയിനിങ്, the great work of literature, history and philosophy, hands-on experience and scientific inquiry, student-led projects and self-directed learning. ഇത് ഐഡിയലിസ്റ്റ് ടീച്ചറുടെ കാര്യമാണ് ചോദിക്കുന്നത് കേട്ടോ. ഐഡിയലിസ്റ്റ് ടീച്ചറുടെ കാര്യമാണ് ചോദിക്കുന്നത്. ഗ്രേറ്റ് വർക്ക്സ് ഓഫ് ലിറ്ററേച്ചർ, ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ആണ് കേട്ടോ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്. കരിക്കുലത്തിൽ ഫോളോ ചെയ്യുന്നത് നമുക്കറിയാം. അവിടെ ഫിലോസഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ലിറ്ററേച്ചർ ഉണ്ട്. ഇതൊക്കെയാണ് ഐഡിയലിസത്തില് വരുന്നത്. Idealism values enduring ideas and concepts. അല്ലെ, concepts. Curriculum is seen as a way of transmitting these timeless ideas often found in classic text the next generation എന്നാണ് ഐഡിയലിസം പറയുന്നത്. 29ാമത്തെ ചോദ്യം. The concept of tabula rasa. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ tabula rasയെ കുറിച്ച്. or blank slate അല്ലെ, ഒഴിഞ്ഞ സ്ലേറ്റ് പോലെയാണ് അല്ലെ. മനുഷ്യന്റെ മനസ്സ് ഒരു ഒഴിഞ്ഞ സ്ലേറ്റ് പോലെയാണ്. ടാബുല രസ എന്നാണ് പറയുന്നത്. മൈൻഡ് ഇസ് എംപ്റ്റി അറ്റ് ബർത്ത് ആൻഡ് ഇസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഫിലോസഫർ എന്നാണ് ചോദ്യം. പ്ലേറ്റോ, ജോൺ ലോക്ക്, റെനെ ഡെസ്കാർട്ടസ്, ഇമ്മാനുവൽ കാന്റ്. ആരാണ് പറഞ്ഞിട്ടുള്ളത് ഒഴിഞ്ഞ സ്ലേറ്റ് പോലെയാണെന്ന്? ജോൺ ലോക്ക് ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ജോൺ ലോക്ക്, എ കീ ഫിഗർ ഇൻ എംപിറിസിസം,
famously argued that the mind is a tabula rasa at birth and all knowledge എവിടെ നിന്നാണ് വരുന്നത്? comes from sensory experiences. നമ്മുടെ സെൻസറി എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ എല്ലാ നോളജും. മൈൻഡ് എന്ന് പറയുന്നത് ഒരു ടാബുല രസയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. 30ാമത്തെ ചോദ്യം. A realist approach to education would prioritize which of the following? റിയലിസ്റ്റ് എഡ്യൂക്കേഷൻ എന്തിനാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്? ചോദ്യം മനസ്സിലാക്കുക കേട്ടോ, റിയലിസ്റ്റ് ആണ്. ദി സ്റ്റഡി ഓഫ് അബ്സ്ട്രാക്ട് ഐഡിയാസ് ആൻഡ് യൂണിവേഴ്സൽ ട്രൂത്ത്. അബ്സ്ട്രാക്ട് ഐഡിയാസിനാണോ പ്രാധാന്യം എന്ന് നോക്കുക. ഡെവലപ്മെന്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ സൈഡ് ആണോ റിയലിസത്തിൽ പറയുന്നത്? അക്വിസിഷൻ, റിയലിസം അല്ലെ, യാഥാർത്ഥ്യവാദമാണ് ഇതിൽ വരുന്നത്. അക്വിസിഷൻ ഓഫ് ഫാക്ച്വൽ നോളജ് ആണോ? സയന്റിഫിക് പ്രിൻസിപ്പിൾസ് ആണോ? ദി സ്റ്റുഡൻസ് പേഴ്സണൽ ഇൻട്രസ്റ്റ് ആൻഡ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ. ആൻസർ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? അക്വിസിഷൻ ഓഫ് ഫാക്ച്വൽ നോളജ് ആൻഡ് സയന്റിഫിക് പ്രിൻസിപ്പിൾസ്. ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളതും ഫിസിക്കൽ വേൾഡിന്റെ റീസൺ, ഒബ്സർവേഷൻ, ഫിസിക്കൽ വേൾഡിന്റെ അല്ലെ റീസണിനും അല്ലെങ്കിൽ കാര്യകാരണ സഹിതങ്ങളിലും ഒക്കെ ഒബ്സർവേഷനിലും ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇതിന്റെ കരിക്കുലം ഫോക്കസ് ചെയ്യുന്നത്. എപ്പോഴും ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലാതെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളല്ല, നമ്മൾ കാണാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും നമുക്ക് കാണാൻ കഴിയാത്ത ശക്തികളെ ഒന്നും അല്ല ഇവിടെ പറയുന്നത്. സയന്റിഫിക്കലി ബാക്ക്ഡ് നോളജ് ആണ് ഇതിൽ വരുന്നത് കേട്ടോ. ട്രാൻസ്മിറ്റിംഗ് ആയിട്ട് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക, ഫാക്റ്റുകൾ പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ആണ്. ഫിസിക്കൽ വേൾഡ് റീസണിലൂടെയാണ് ഫിസിക്കൽ വേൾഡിനെ ഇത് ചെയ്യുന്നത് കേട്ടോ. ഒബ്സർവേഷനിലൂടെയും റീസണിലൂടെയുമാണ്, യുക്തിയിലൂടെയുമാണ് എന്നാണ് പറയുന്നത്. ഇനി ഡെമോ അല്ലെങ്കിൽ ഒരു കാര്യം നമുക്കിപ്പോ യുക്തിയിലൂടെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ യുക്തിവാദികൾ എന്താണ് പറയുന്നത്? ദൈവമില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിന് കാണിക്കാൻ പറയുമ്പോൾ കാണിക്കാൻ പറ്റില്ല അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള അബ്സ്ട്രാക്ട് കൺസെപ്റ്റിലല്ല എന്ത് റിയലിസം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. എ ഡെമോക്രാറ്റിക് ക്ലാസ് റൂം എൻവയോൺമെന്റ് ഇസ് മോസ്റ്റ് ക്ലോസ്ലി അലൈൻഡ് വിത്ത് ദി പ്രിൻസിപ്പിൾസ് ഓഫ്. ഒരു ഡെമോക്രാറ്റിക് ക്ലാസ് റൂമിൽ എന്തൊക്കെയാണ് വേണ്ടത്? ഐഡിയലിസം, പ്രാഗ്മാറ്റിസം, റിയലിസം, നാച്ചുറലിസം. നിങ്ങൾ ആൻസർ പറഞ്ഞേ. ഡെമോക്രാറ്റിക് ക്ലാസ് റൂം എൻവയോൺമെന്റ് ഇസ് ക്ലോസ്ലി അലൈൻഡ് വിത്ത് ദി പ്രിൻസിപ്പിൾസ് ഓഫ്. ആൻസർ ഇപ്പൊ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. എപ്പോഴും ഒരു പ്രാഗ്മാറ്റിസ്റ്റ് ക്ലാസ് റൂമിലായിരിക്കും അല്ലെ? ജനാധിപത്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു ക്ലാസ് റൂം ഫോളോ ചെയ്യണമെങ്കിൽ അതെപ്പോഴും പ്രാഗ്മാറ്റിസത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ഇപ്പൊ ഫോളോ ചെയ്യുന്ന പ്രാഗ്മാറ്റിസ്റ്റ് രീതിയിൽ അധിഷ്ഠിതമാണത് അല്ലെ? ജോൺ ഡ്യൂവി ആണെന്ന് നമുക്കറിയാം. ഡെമോക്രാറ്റിക് എഡ്യൂക്കേഷൻ, കോഓപ്പറേഷൻ പഠിക്കുന്നു അല്ലെ? പ്രോബ്ലം സോൾവിങ് പഠിക്കുന്നു, ആക്റ്റീവ് സിറ്റിസൺഷിപ്പ് പഠിക്കുന്നു. ഏതിലൂടെ? ഒരു ഡെമോക്രാറ്റിക് ക്ലാസ് റൂം കമ്മ്യൂണിറ്റിയിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെ കുട്ടികൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സിറ്റിസൺഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കുന്നു, നേടിയെടുക്കുന്നു. അടുത്ത 32 ദി 8-fold പാത്ത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ? എന്താണ്? അഷ്ടാംഗ മാർഗങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. അഷ്ടാംഗ മാർഗങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അഷ്ടാംഗ മാർഗങ്ങൾ ആരുടെയാണ്? is the fundamental teaching in which philosophical system? Jainism, yoga, Buddhism, Vedanta. ആൻസർ ചാടി പറയൂ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ബുദ്ധിസമാണ്. ബുദ്ധിസത്തില് 4 നോബിൾ ട്രൂത്തിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ? 4 ട്രൂത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ 8-fold പാത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതാണ് ബുദ്ധിസത്തിന്റെ കോർ. സഫറിങ് അല്ലെ? നേച്ചർ ഓഫ് സഫറിങ് ആൻഡ് ദി പാത്ത് ടു ലിബറേഷൻ. നിർവ്വാണയിലേക്ക് പോവുക, സഫറിങ്ങിലൂടെ അതിനുശേഷം നിർവ്വാണയിലേക്ക് പോകുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? എല്ലാ ദുഃഖങ്ങൾക്കും കാരണം നമ്മുടെ ആഗ്രഹങ്ങളാണെന്നൊക്കെ ബുദ്ധിസത്തിൽ പറയുന്നുണ്ട് അല്ലെ? അപ്പൊ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കലാണ് നമ്മുടെ സങ്കടങ്ങളെ ഇല്ലാതാക്കാനായിട്ട് വഴി എന്നൊക്കെ ബുദ്ധിസത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് 33 ദി കൺസെപ്റ്റ് ഓഫ് ഫ്രീഡം ഫ്രം ഇന്റർഫിയറൻസ്. where a child learns from natural consequences of their actions is a key idea in concept of freedom from interference. അപ്പോൾ ചൈൽഡ് എങ്ങനെയാണ് ലേൺ ചെയ്യുന്നത്? നാച്ചുറൽ കോൺസിക്വൻസിൽ നിന്ന് പഠിക്കുന്നു, അവരുടെ ആക്ഷൻസിൽ നിന്ന് പഠിക്കുന്നു. ഇത് എന്തിലുള്ള കീ ഐഡിയ ആണ്? ഐഡിയലിസം, പ്രാഗ്മാറ്റിസം, നാച്ചുറലിസം, ഹ്യൂമനിസം. ഫ്രീഡം ഫ്രം ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത് നാച്ചുറൽ കോൺസിക്വൻസിൽ നിന്നും കുട്ടി പഠിക്കുന്നു അല്ലെ? അപ്പൊ ഇത് ഏതില് നാച്ചുറൽ കോൺസിക്വൻസ് പഠിക്കുന്ന ഏതാണ്? ഐഡിയലിസം, പ്രാഗ്മാറ്റിസം, നാച്ചുറലിസം, ഹ്യൂമനിസം. സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. നാച്ചുറലിസം ആണ് കേട്ടോ. റുസോ ആണ് നെഗറ്റീവ് എഡ്യൂക്കേഷൻ എന്ന് നമുക്ക് ഓർമ്മ വേണം. 34
34. Which Indian school of philosophy is a dualistic system that explains reality in terms of Purusha and Prakriti? നമ്മൾ കുറച്ച് മുന്നേ കണ്ടിരുന്നു ഈ ചോദ്യം. പുരുഷൻ എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ്സിനെയും പ്രകൃതി എന്ന് പറയുന്നത് മാറ്ററിനെയുമാണ് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങള് ഇന്ത്യൻ സ്കൂൾ ഓഫ് ഫിലോസഫിയിലെ ഡ്യുവലിസ്റ്റിക് സിസ്റ്റം ആണ് ഇവിടെ പറയുന്നത്. ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം. വേദാന്ത, ന്യായ, സാങ്ക്യ, മീമാംസ. ഏതായിരിക്കും ഇത്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സാങ്ക്യ ദർശനത്തിലാണ് ഇങ്ങനെ പറയുന്നത്. സാങ്ക്യ ഈസ് എ ഡ്യുവലിസ്റ്റിക് ഫിലോസഫി. ഇതിൽ രണ്ടാണ് അല്ലെ, ഡ്യുവൽ ആണ്. ദാറ്റ് പോസിറ്റ്സ് ടു അൾട്ടിമേറ്റ് റിയാലിറ്റീസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് പുരുഷ, സെൽഫ് പ്യുവർ കോൺഷ്യസ്നസ്. നമ്മുടെ പ്യുവർ ആയിട്ടുള്ള കോൺഷ്യസ്നെസ്സിനെയാണ് എന്ത് പറയുന്നത്? പുരുഷ എന്ന് വിളിക്കുന്നത്. പ്രകൃതി എന്ന് പറയുന്നത് മാറ്റർ ആണ്. മാറ്റർ എന്ന് പറയുന്നത് എംപിറിക്കൽ റിയലമാണ്. മാറ്റർ എന്ന് പറയുന്ന സംഭവമാണ് പ്രകൃതി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് സാങ്ക്യ ഫിലോസഫിയിൽ പറയുന്നത് കേട്ടോ. ഇനി 35ാമത്തെ ചോദ്യം. ദി എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ അക്കോർഡിംഗ് ടു പ്രാഗ്മാറ്റിസം ആർ. എന്താണ് ലക്ഷ്യം? ഫിക്സ്ഡ് ആൻഡ് പ്രീഡിറ്റർമൈൻഡ്, ഫോക്കസ്ഡ് ഓൺ സ്പിരിച്വൽ സെൽഫ് റിയലൈസേഷൻ, ഡൈനാമിക്, ഇവോൾവിംഗ് ആൻഡ് ബേസ്ഡ് ഓൺ ദി നീഡ്സ് ഓഫ് ദി ചൈൽഡ് ആൻഡ് സൊസൈറ്റി, റൂട്ടഡ് ഇൻ ദി ട്രാൻസ്മിറ്റിംഗ് ഓഫ് ദി കൾച്ചറൽ ഹെറിറ്റേജ്. ആൻസർ നിങ്ങൾക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ടാവും. പ്രാഗ്മാറ്റിസത്തിൽ ഏതാണെന്നാണ് ചോദ്യം കേട്ടോ. പ്രാഗ്മാറ്റിസത്തിൽ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഡൈനമിക്, ഇവോൾവിംഗ് ആൻഡ് ബേസ്ഡ് ഓൺ ദി നീഡ്സ് ഓഫ് ദി ചൈൽഡ് ആൻഡ് സൊസൈറ്റി. ഓപ്ഷൻസ് ഒന്ന് നന്നായി വായിച്ചു നോക്കണം കേട്ടോ. ഡൈനമിക് ആണ്, ഇവോൾവിംഗ് ആണ്, എപ്പോഴും സൊസൈറ്റിയുടെയും ചൈൽഡിന്റെയും നീഡ്സ് മനസ്സിലാക്കിയിട്ടുള്ളതാണ് പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത്. അടുത്തത് 36ാമത്തെ ചോദ്യം. ക്രിട്ടിക്കൽ പെഡഗോജി ചലഞ്ചസ് ദി ബാങ്കിങ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പൊ ക്രിട്ടിക്കൽ പെഡഗോജി എന്തിനെയാ ചലഞ്ച് ചെയ്യുന്നത്? ബാങ്കിങ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷനെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ബാങ്കിങ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ചലഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റുഡൻസ് ആർ സീൻ ആസ് ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ഇൻ ദർ ലേണിംഗ്. എഡ്യൂക്കേഷൻ ഈസ് ലിങ്ക്ഡ് ടു ഫിനാൻഷ്യൽ സക്സസ്. The teacher deposits knowledge into the passive minds of students. Learning is a collaborative process. ഇതില് ഇതിനെയാണ് ക്രിട്ടിക്കൽ പെഡഗോജി ചലഞ്ച് ചെയ്യുന്നത്? ഒരു ബാങ്കിങ് സിസ്റ്റത്തെയാണ് ചലഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതില് ടീച്ചർ നോളജ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. പാസീവ് മൈൻഡ്സ് ഓഫ് സ്റ്റുഡൻസിൽ നോളജ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു സിസ്റ്റത്തെയാണ് ക്രിട്ടിക്കൽ പെഡഗോജി ചലഞ്ച് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ എന്റെ ആൻസർ സി ആണ്. Paulo Freire criticized the banking model where teachers are the sole possessors of knowledge. Teachers are sole possessors of knowledge and students are merely empty vessels to be filled, arguing it's an oppressive approach. എന്നാണ് പോളോ ഫ്രെയർ പറയുന്നത്. 37. Which branch of philosophy is most concerned with the question what is good and what is evil? അല്ലെ, എന്താണ് നന്മ, എന്താണ് തിന്മ എന്നാണ്. And its impact on the aim of education. Metaphysics, epistemology, axiology അല്ലെങ്കിൽ ethics, logic. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. ഏത് ബ്രാഞ്ച് ഓഫ് ഫിലോസഫി ആണ് വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ഇവിൾ എന്നത് എയിം ഓഫ് എഡ്യൂക്കേഷനിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് അല്ലെ? അപ്പൊ ഇതിലേതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഇതിന്റെ ആൻസർ ആക്സിയോളജി അല്ലെങ്കിൽ എത്തിക്സ് എന്നാണ്. എത്തിക്സ്, ആക്സിയോളജി. ഇതൊരു ഇമ്പോർട്ടന്റ് ചോദ്യമായിട്ട് തോന്നി അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുന്നേ? വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ഇവിൾ എന്ന് പറയുന്നത് ആക്സിയോളജിയിൽ അല്ലെങ്കിൽ എത്തിക്സിലാണ് വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ഇവിൾ എന്ന് പറയുന്നത്. ഇതിലെപ്പോഴും എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? വാല്യൂസിനെ കുറിച്ചാണ് ഇത് പഠിക്കുന്നത്. എത്തിക്സ് ഉണ്ട് ഇതില്. എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന കുറെ എത്തിക്സ് ഉണ്ട് നമുക്ക് ഓരോരുത്തർക്കും അല്ലെ? മോറൽ വാല്യൂസ് ഉണ്ട്. അതുപോലെ എസ്തെറ്റിക്സ് ഉണ്ട് ഇതില്. ബ്യൂട്ടി, സൗന്ദര്യ ശാസ്ത്രം അല്ലെങ്കിൽ എസ്തെറ്റിക് സെൻസ് എന്നൊക്കെ നമ്മൾ പറയല്ലേ, സ്റ്റഡി ഓഫ് ബ്യൂട്ടി, ബ്യൂട്ടിയെ കുറിച്ച് പഠിക്കുന്നതാണ് ഈ എസ്തെറ്റിക്സ് അല്ലെങ്കിൽ സൗന്ദര്യ ശാസ്ത്രം. എത്തിക്സ് ഡയറക്ട്ലി ഇൻഫോംസ് ദി മോറൽ ആൻഡ് ക്യാരക്ടർ റിലേറ്റഡ് എയിംസ് ഓഫ് എഡ്യൂക്കേഷൻ. എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോറൽ ആൻഡ് ക്യാരക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷന് ക്യാരക്ടർ റിലേറ്റഡ് ആയിട്ടും മോറൽ ആയിട്ടുള്ള എയിംസ് ഉണ്ടാവും. അതാണ് എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എത്തിക്സ് മാത്രമല്ല, ആക്സിയോളജി എന്ന് പറയുമ്പോൾ വാല്യൂ, അതുപോലെ മോറൽ വാല്യൂസ് ഉണ്ട്. എസ്തെറ്റിക്സിനെ കുറിച്ചും എത്തിക്സിനെ കുറിച്ചും പഠിക്കുന്നതാണ് ആക്സിയോളജി എന്ന് പറയുന്നത്. എസ്തെറ്റിക്സ് എന്ന് പറയുമ്പോൾ ദി സ്റ്റഡി ഓഫ് ബ്യൂട്ടി ആണ്. അപ്പൊ സ്റ്റഡി ഓഫ് ബ്യൂട്ടിയും ആക്സിയോളജിയുമായിട്ട് റിലേറ്റഡ് ആണെന്ന് പഠിക്കുക കേട്ടോ. 38. അക്കോർഡിംഗ് ടു റിയലിസം ദി കരിക്കുലം ഷുഡ് ബി. റിയലിസത്തില് കരിക്കുലം എങ്ങനെയായിരിക്കണം? സെന്റേർഡ് ടു ദി സ്റ്റുഡൻസ് ഇൻട്രസ്റ്റ്. സ്റ്റുഡന്റ് സെന്റേർഡ് ആണോ എന്നാണ്. ഗ്രേറ്റ് ഐഡിയാസ് ഫ്രം ദി പാസ്റ്റിന്റെ കാര്യങ്ങളുണ്ടോ?
സബ്ജക്ട് സെന്റേർഡ് ആൻഡ് ഓർഗനൈസ്ഡ് അറൌണ്ട് ഡിസ്റ്റിങ്ക്ട് ഡിസിപ്ലിൻസ് ലൈക്ക് സയൻസ് ആൻഡ് മാത്ത്, ബേസ്ഡ് ഓൺ സോൾവിംഗ് സോഷ്യൽ പ്രോബ്ലംസ്. ഏതാണ് ഇതിൽ റിയലിസം എന്ന് പറയുന്ന കരിക്കുലം? ഏതായിരിക്കും റിയലിസം വെച്ചിട്ടുള്ള കരിക്കുലം ആണെങ്കിൽ? എപ്പോഴും സബ്ജക്ട് സെന്റേർഡ് ആൻഡ് ഓർഗനൈസ്ഡ് അറൌണ്ട് ഡിസ്റ്റിങ്ക്ട് ഡിസിപ്ലിൻസ് ലൈക്ക് സയൻസ് ആൻഡ് മാത്ത് ആണ്. ഇവിടെ നമുക്ക് സയൻസ് ആൻഡ് മാത്ത് വന്നിട്ടുണ്ട് അല്ലെ. എപ്പോഴും ശാസ്ത്രീയതയിൽ അടിസ്ഥാനമായിട്ടുള്ള, നമ്മൾ ആദ്യം പറഞ്ഞ യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത് എന്ന് നിങ്ങളൊന്ന് കോഡിട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ റിയലിസം ബിലീവ്സ് ഇൻ എ കരിക്കുലം ദാറ്റ് റിഫ്ലെക്ട്സ് റിയാലിറ്റി ഓഫ് ദി ഫിസിക്കൽ വേൾഡ് വിച്ച് ഈസ് ബെസ്റ്റ് അണ്ടർസ്റ്റുഡ് ത്രൂ ഓർഗനൈസ്ഡ് ബോഡീസ് ഓഫ് നോളജ് ഓഫ് സബ്ജക്ട്സ്. 39ാമത്തെ ചോദ്യം, സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The Indian philosophical school of Nyaya is primarily concerned with Nyaya എന്ന് പറയുന്നത് എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? Nature of reality, logic and epistemology, rituals and their interpretations, the practice of meditation. ന്യായ സ്കൂളാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ചോദിക്കാൻ ന്യായ എന്നുള്ള വാക്ക് ന്യായത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കോഡ് ഇടാനായിട്ട് സാധിക്കും. ഇതിൽ നേച്ചർ ഓഫ് റിയാലിറ്റി ആണോ? അത് റിയലിസം അല്ലേ? ലോജിക് ആൻഡ് എപ്പിസ്റ്റമോളജി ഉണ്ട്, നോളജിന്റെ തിയറി ഉണ്ട്, അതില് റിച്വൽസ് ഉണ്ട്, ഇന്റർപ്രിറ്റേഷൻസ് ഉണ്ട്, പ്രാക്ടീസ് ഓഫ് മെഡിറ്റേഷൻ ഉണ്ട്. ഇതിൽ ഏതായിരിക്കും എന്റെ ആൻസർ? എപ്പോഴും ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ബി അല്ലേ? ലോജിക് ആൻഡ് എപ്പിസ്റ്റമോളജി. തിയറി ഓഫ് നോളജ് ആണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. തിയറി ഓഫ് നോളജ് ആണ് എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത്. അപ്പൊ നോളജും ലോജിക്കും നോക്കൂ, നോളജും ലോജിക്കും കൂടി ചേരുമ്പോഴാണ് അറിവ്, അതുപോലെ ലോജിക് അതുകൂടി കൂടുമ്പോഴാണ് ന്യായമാവുന്നത് അല്ലെ. നമ്മൾ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നു എന്ന് പറയില്ലേ? ആ ലോജിക് എന്ന് പറയുന്നത് ന്യായശാസ്ത്രത്തിലുള്ളതാണ് കേട്ടോ, ന്യായ ഫിലോസഫിയിൽ ഉള്ളതാണ്. അപ്പോ ദി ന്യായ സ്കൂൾ ഡെവലപ്ഡ് എ സോഫിസ്റ്റിക്കേറ്റഡ് സിസ്റ്റം ഓഫ് ലോജിക് ആൻഡ് റീസണിങ്. യുക്തിചിന്തയിൽ അധിഷ്ഠിതമാണ് അല്ലെ, ലോജിക്കിലും യുക്തിചിന്തയിലും അധിഷ്ഠിതമാണ്. വാലിഡ് മീൻസ് ഓഫ് അക്വയറിംഗ് നോളജ്. അപ്പൊ ന്യായ എന്ന് പറയുമ്പോൾ ലോജിക് ആൻഡ് റീസണിങ് ആണെന്ന് ഓർപ്പിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 40ാമത്തെ ചോദ്യം. ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷൻ വ്യൂസ് ദി ടീച്ചർ പ്രൈമർലി ആസ് എ. ഇതിൽ ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷൻ ആണ്, മാനവികതാവാദത്തിൽ പറയുന്ന ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്തിനെയാണ് പ്രൈമർലി ഫോക്കസ് ചെയ്യുന്നത്? ടീച്ചർ. സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട്, ഫെസിലിറ്റേറ്റർ ഓഫ് പേഴ്സണൽ ഗ്രോത്ത്, സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയൻ, മോറൽ ഇൻസ്ട്രക്ടർ. എപ്പോഴും നിങ്ങൾ ഈ ചോദ്യം ഒന്ന് ഇരുത്തി വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹ്യൂമനിസം എന്ന് പറയുമ്പോൾ മനുഷ്യത്വത്തിനാണ് പ്രാധാന്യം, മനുഷ്യനാണ് പ്രാധാന്യം, മാനവികതയ്ക്കാണ് പ്രാധാന്യം. അവിടെ എപ്പോഴും എന്താണ്, ഒരു സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ട് ആയിരിക്കില്ല. ഫെസിലിറ്റേറ്റഡ് പേഴ്സണൽ ഗ്രോത്ത് ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയൻ ഒരിക്കലും ആയിരിക്കില്ല. മോറൽ ഇൻസ്ട്രക്ടർ ആണോ? ഇതിൽ ഏതാണ് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ? എപ്പോഴും പേഴ്സണൽ ഗ്രോത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും. എപ്പോഴും പേഴ്സണൽ ഗ്രോത്തിന് അല്ലെ, ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഗ്രോത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും ഓരോ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചില് ഇതിലെ ഒരു ടീച്ചർ ചെയ്യുക അല്ലെ. അപ്പൊ അങ്ങനെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് നിങ്ങൾ ഓർത്തു വെച്ചേക്കാം. ഇൻ ഹ്യൂമനിസം ദി ടീച്ചേഴ്സ് റോൾ ഈസ് ടു ക്രിയേറ്റ് എ സപ്പോർട്ടീവ് എംപത്തറ്റിക് എൻവയോൺമെന്റ്. എംപത്തറ്റിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് അല്ലെ, ഒരാളുടെ വിഷമത്തിലേക്ക് നമ്മൾ ചുമ്മാ കണ്ട് വിഷമിക്കുക എന്നുള്ളതല്ല, അവരുടെ വിഷമത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുന്നതിനെയാണ് എംപത്തറ്റിക് ആവുക എന്ന് പറയുന്നത്. വേർ സ്റ്റുഡൻസ് ക്യാൻ എക്സ്പ്ലോർ ദർ ഫീലിംഗ്സ് ആൻഡ് പൊട്ടൻഷ്യൽ അല്ലെ. എവിടെയൊക്കെയാണോ സ്റ്റുഡൻസ് അവരുടെ പൊട്ടൻഷ്യൽ എക്സ്പ്രസ് ചെയ്യുന്നത്, ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യുന്നത്, അതിൽ എംപത്തറ്റിക് ആവുന്ന ഒരു ടീച്ചർ അല്ലെ. ആക്ടിങ് ആസ് എ ഗൈഡ്, ഒരു ഗൈഡ് ആയിട്ടായിരിക്കണം ഒരു ടീച്ചർ ആക്ട് ചെയ്യേണ്ടത്. ഒരു അതോറിറ്റി ആയിട്ട് മാറി സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയൻ ആയിട്ട് മാറാൻ ഒരിക്കലും പാടില്ല ഒരു ടീച്ചർ. അപ്പോൾ ഇവിടെ ഫെസിലിറ്റേറ്റർ ഓഫ് പേഴ്സണൽ ഗ്രോത്ത് ആയിരിക്കണം ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ഫോളോ ചെയ്യുന്ന, ഒരു ഫിലോസഫി ഫോളോ ചെയ്യുന്ന ഒരു ടീച്ചറുടെ ക്ലാസ് റൂമിൽ ചെയ്യേണ്ടത്. അപ്പൊ ഈ 40 ചോദ്യം നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് സ്പീഡ്, കുറച്ചല്ല, നല്ല സ്പീഡ് കൂടുതലായിരുന്നു. എക്സ്പ്ലനേഷൻസും എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാം. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങൾ 40 ചോദ്യങ്ങളും ഇതിന്റെ ഉത്തരങ്ങളും എല്ലാം നിങ്ങൾക്ക് ഒരുവിധം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ കുറച്ച് സ്പീഡ് കൂടുതലായിരുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് എന്റെ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ച് ആൻസേഴ്സിന്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് സെറ്റ് എക്സാം ഓൺലി ബാച്ച്? ഈ സെറ്റ് എക്സാം ഓൺലി ബാച്ച് പ്രിപ്സ്കേല് നിങ്ങൾക്കായിട്ട് തരുന്നത് ഇത്രയും സബ്ജക്റ്റുകൾക്കാണ്: മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സുവോളജി, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ജോഗ്രഫി, അതുപോലെ ഹിസ്റ്ററി, മലയാളം, പൊളിറ്റിക്കൽ സയൻസ്, കൊമേഴ്സ്, ബോട്ടണി. ഇത്രയും സബ്ജക്റ്റുകൾക്ക് നമ്മൾ സെറ്റിന്റെ എക്സാം ഓൺലി ബാച്ച് റെഡിയാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എല്ലാം നിങ്ങൾ വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ തിരക്കിൽ ഓടുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെയൊക്കെ ആയിരുന്നു പ്രീവിയസ് ചോദ്യങ്ങൾ, ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത്, ഈ ടോപ്പിക്സ് പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസിലൂടെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന, ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് സെറ്റ് എക്സാം എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സബ്ജക്റ്റുകൾക്കെല്ലാം നമ്മൾക്ക് ഇവിടെ സെറ്റിന്റെ എക്സാം ഓൺലി ബാച്ച് റെഡി ആണെന്നുള്ളത് നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാണ് പ്രിപ്സ്കേലിന്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഈ ഒരു എക്സാം ഓൺലി ബാച്ചിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡെയിലി ടോപ്പിക് വൈസ് എക്സാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓരോ നമ്മൾ കണ്ടിരുന്നു, ആദ്യത്തെ ടോപ്പിക്കിൽ നമ്മൾ കണ്ടിരുന്നു ഡേ 1, ഡേ 2, ഡേ 3 എന്നുള്ള ടോപ്പിക്കുകളിൽ ഡെയിലി ടോപ്പിക് നമ്മൾ പ്രിപ്സ്കേല് എക്സാമിനായിട്ട് കൊടുക്കുന്നതാണ്. ഈ പ്രിപ്സ്കേലില് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം ഇവിടുത്തെ എക്സാമിന്റെ രീതികൾ എങ്ങനെയാണെന്നുള്ളത്. ഡെയിലി ടോപ്പിക് എക്സാംസ് ഇവിടെ കൊടുക്കുന്നതാണ്. ഈ ഡെയിലി ടോപ്പിക് നിങ്ങൾക്ക് തരുന്നത് പഠിച്ചിട്ടായിരിക്കണം നിങ്ങൾ ഈ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റ് ആയിക്കോട്ടെ, പാർട്ട് 1 ആയിക്കോട്ടെ, 2 ആയിക്കോട്ടെ, ഏതിന്റെ ആയാലും ജനറൽ നോളജ് ആയിക്കോട്ടെ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും PDF നോട്ട്സ് നിങ്ങൾക്ക് ഈ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. PDF നോട്ട്സ് എക്സാം ഓൺലി ബാച്ചിൽ ചേരുന്നവർക്ക് PDF നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ തന്ന ഡെയിലി ടോപ്പിക് എക്സാമിന്റെ ഡെയിലി ടോപ്പിക് വൈസ് എക്സാം കണ്ടക്ട് ചെയ്യുക മാത്രമല്ല, ആ എക്സാമിന്റെ അതാത് ദിവസത്തെ റാങ്ക് ലിസ്റ്റുകൾ അതേ ദിവസം തന്നെ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതും നമ്മുടെ ഒരു ഫീച്ചറാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. നിങ്ങൾ ഇത് കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. ഇനി എന്താണെന്ന് വെച്ചാല് വീക്കെൻഡ് റിവിഷൻ എക്സാംസ് ഉണ്ട്. ഇപ്പോൾ ആദ്യം കൊടുത്ത എക്സാംസ് കൂടാതെ തന്നെ, ഡെയിലി ടോപ്പിക്കിന്റെ എക്സാം കൂടാതെ തന്നെ വീക്കെൻഡ് ആവുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ ഓർമ്മിക്കാനായിട്ട് എന്തുണ്ടാവുന്നതാണ്, വീക്കെൻഡ് എക്സാംസ് ഉണ്ടാവുന്നതാണ് അല്ലെ. അപ്പൊ ഈ വീക്കെൻഡ് എക്സാംസ് കൂടെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ വീക്കെൻഡ് വെറുതെ നടത്തുന്ന എക്സാം അല്ല, നിങ്ങൾ ആ ആഴ്ച പഠിച്ച എല്ലാ ടോപ്പിക്കുകളും റിവൈസ് ചെയ്യുന്ന രീതിയിൽ റിവൈസ് എക്സാംസ്, റിവിഷൻ എക്സാംസ് ആയിട്ടാണ് വീക്കെൻഡ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതുകൂടെ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു എക്സാമിനെ നേരിടേണ്ടത്, അല്ലെങ്കിൽ എക്സാം എങ്ങനെയാണ് ക്യാച്ച് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് തരുന്നത് പ്രീവിയസ് ഇയറിലെ എക്സാംസ് ആണ്. പ്രീവിയസ് ഇയർ എല്ലാ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ പഠിക്കാനുള്ളത് ആ ടോപ്പിക്കിന്റെ കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ എക്സാംസും നിങ്ങൾ വേറെ എവിടെയും തേടി പോകണ്ട, ഈ ഒരു എക്സാം ഓൺലി ബാച്ചിലൂടെ നിങ്ങൾക്ക് മുന്നിലെത്തുന്നതായിരിക്കും. അടുത്തതായിട്ട് മൊഡ്യൂൾ വൈസ് എക്സാം ഉണ്ടാവും. മൊഡ്യൂൾ വൈസ് എക്സാം എന്ന് പറയുമ്പോൾ ഓരോ മൊഡ്യൂളും നിങ്ങൾക്ക് തരുമ്പോൾ ടോപ്പിക് വൈസ് മാത്രമല്ല, ടോപ്പിക് വൈസ് നിങ്ങൾക്ക് ആദ്യം തന്നു കഴിഞ്ഞു ഓരോ ടോപ്പിക്കായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓരോ വീക്കിലും അല്ലെ, ഓരോ ദിവസത്തെയും ഓരോ ടോപ്പിക്കായിട്ട് തിരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല മൊഡ്യൂള് തിരിച്ചിട്ടുണ്ട് അല്ലെ. മൊഡ്യൂള് തിരിച്ചിട്ടുള്ള മൊഡ്യൂൾ വൈസ് എക്സാമും നിങ്ങൾക്ക് പ്രിപ്സ്കേൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ മൊഡ്യൂൾ വൈസ് എക്സാം കൂടെ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ റിവിഷൻ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അതിനുശേഷം ഇനിയുള്ളത് എന്താണ്? ഇനിയുള്ളത് നിങ്ങൾക്ക് മോഡൽ എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ടോപ്പിക്സും കവറായി, നിങ്ങളുടെ മൊഡ്യൂൾസ് എല്ലാം കവറായി, നിങ്ങൾ പ്രീവിയസ് ചെയ്തു, നിങ്ങൾ റാങ്ക് ലിസ്റ്റ്, അതാത് എക്സാമുകളുടെ റാങ്ക് ലിസ്റ്റ് അതാത് ദിവസം ഇട്ടു, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം അത് കറക്റ്റ് ചെയ്യാനുള്ള സിറ്റുവേഷൻ കറക്റ്റ് ചെയ്യാനുള്ള മെന്റേഴ്സിന്റെ സപ്പോർട്ട് കൂടി നിങ്ങൾക്കുണ്ടാവും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കറക്റ്റ് ചെയ്യാനുള്ള മെന്റേഴ്സ് സപ്പോർട്ട് നിങ്ങൾക്കുണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് ഇപ്പോൾ ജനുവരി 2026 ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ എക്സാം നടക്കുകയാണെന്ന് വിചാരിച്ചാൽ അപ്പോഴേക്കും നിങ്ങൾക്ക് ഒരു 10 മോഡൽ എക്സാം എങ്കിലും, അതിൽ കൂടുതലായിരിക്കും നിങ്ങൾ എഴുതുക, 10 മോഡൽ എക്സാം എങ്കിലും ചുരുങ്ങിയത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ ഫീസിൽ നിങ്ങൾക്ക് മുന്നിൽ പ്രിപ്സ്കേൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഒരു ഫീച്ചേഴ്സ് പറയാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഈ ഒരു ബാച്ച്, എക്സാം ഓൺലി ബാച്ച്, സെറ്റിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ എക്സാം ഓൺലി ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യണം ഈ നമ്പറിൽ. ഇതിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന, താഴെ കാണുന്ന, സ്ക്രോൾ ചെയ്യുന്ന കാണുന്ന നമ്പർ, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നമ്പർ കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ മടിക്കരുത്. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു എക്സാം ഓൺലി ബാച്ചിന്റെ കാര്യങ്ങൾ. അപ്പോൾ ഇത്ര നേരം ഈ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ആൻസേഴ്സ് ഒക്കെ മനസ്സിലായി കാണും. അപ്പോൾ അടുത്ത സെറ്റ് എക്സാം നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കട്ടെ. ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നേടാൻ പറ്റുന്ന ഒരു എക്സാം ആണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു ഓൾ.